ട്രംപിന്റെ തീരുവായ യുദ്ധത്തിനിടെ ഈ സാമ്പത്തിക വർഷത്തെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ പ്രതീക്ഷകളേറെയായിരുന്നു. രാജ്യത്തെ ഒരു ഉപഭോക്തൃ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഉൽപ്പാദക രാഷ്ട്രമാക്കി മാറ്റുമെന്നൊക്കെയാണ് പ്രഖ്യാപനമെങ്കിലും കഴിഞ്ഞ 10-12 വർഷമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നൂതനമായ ഒരു പ്രഖ്യാപനവും ഇന്നത്തെ ബജറ്റിലില്ല. കേരളത്തോടാകട്ടെ പകപോക്കുന്ന സമീപനമാണ് ബജറ്റ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മുഖ്യമന്ത്രി തന്നെ ആരോപിക്കുന്നു. നികുതി വിഹിതത്തിലും പദ്ധതി പ്രഖ്യാപനത്തിലും അത് കാണാൻ കഴിയും. ആമ സംരക്ഷണവും തെങ്ങ് സംരക്ഷണവും പ്രഖ്യാപിച്ച് സംസ്ഥാനത്തെ കളിയാക്കുകയാണോ കേന്ദ്ര സർക്കാരെന്ന് തോന്നും ബജറ്റ് രേഖ പരിശോധിക്കുന്നു. കേരളത്തിന് കിട്ടിയത് വെറും ആമമുട്ടയോ? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മുടെ അതിഥികളായി CPM വക്താവ് എ സമ്പത്ത്, കോൺഗ്രസ് വക്താവ് വസന്ത് സിറിയക്, സാമ്പത്തിക വിദഗ്ധൻ പ്രിൻസ് ജോർജ്, വലനിരീക്ഷകൻ മിഥുൻ വിജയകുമാർ എന്നിവർ. ആദ്യം സമ്പത്തിലേക്ക്. സമ്പത്ത്, ഈ സാധാരണ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപിക്കുമ്പോൾ അത് ഏത് സർക്കാർ ഭരിച്ചാലും ഒരു പതിവ് പത്രങ്ങളുടെ ഹെഡിങ്ങാണ് കേരളത്തിന് അവഗണന എന്നുള്ളത്. അങ്ങനെ ഒരു പതിവ് അവഗണന മാത്രമാണോ ഈ കുറി ബജറ്റിലുള്ളത്? ഞാനിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ആരെയും കാണാനായിട്ട് കഴിയത്തില്ല. ഞാനൊരു ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമാണ്, മറ്റൊരു മാധ്യമത്തിൻ്റെ സ്റ്റുഡിയോയ്ക്ക് അടുത്താണ്. അതുകൊണ്ട് ആ കാര്യത്തിലൊന്ന് ക്ഷമിക്കണം. ഞാൻ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ്റേതായിട്ടുള്ള സാങ്കത്യം, അതിൻ്റെ ഒരു സാങ്ക്ടിറ്റിയും അതിൻ്റെ ക്രെഡിബിലിറ്റിയും എല്ലാം വർഷങ്ങളായി അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ഈ നമ്മൾ ബഡ്ജറ്റിലൊരു ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് അത് കഴിഞ്ഞ് ഒരു മിഡ് ടേം ആകുമ്പോൾ അതിനൊരു റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാവും, RE എന്ന് പറയും. അത് കഴിഞ്ഞ് ഇത് മൊത്തം ചെലവഴിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ളത് ഒരു ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എന്നുള്ള AE ഉണ്ടാവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റ്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് 100 കണക്കിന് ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഇരുന്ന് പണിപ്പുരയിൽ അവർ ആ പണി ചെയ്ത്, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് കൂടിയായിട്ടാണ് വരുന്നത് ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ. അപ്പോൾ ഇതിൽ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നിങ്ങളെടുത്ത് നോക്കിയാൽ അതിൽ ഈ BE, RE, AE ഇത് തമ്മിൽ വലിയ അന്തരമുണ്ട്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഈ ദിവസം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കപ്പെട്ടിട്ടുള്ള 700ഓളം പേജ് വരുന്ന ഒരു ഡോക്യുമെൻ്റ് ഉണ്ട്, സാമ്പത്തിക സർവേ റിപ്പോർട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിന് അവതരണത്തിന് ശേഷം ഒരു കൊല്ലക്കാലത്തിനിടയിലുള്ള വിവിധ സംഭവങ്ങൾ, ലോകത്തിലെ പല സംഭവങ്ങളും ഒപ്പം നമ്മുടെ നാട്ടിലുള്ളതുമൊക്കെ തന്നെ അതിനകത്ത് പ്രതിപാദിച്ചു പോകുന്നത് വായിച്ചെടുക്കാൻ തന്നെ ഒരുപാട് നേരമെടുക്കുന്നതാണെങ്കിലും ഒരു കാര്യം അക്കാര്യത്തിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ളത്, ഈ ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? 200 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാണ്. ആ 200 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത എന്നുള്ളത് ഈ വർഷത്തെ ബഡ്ജറ്റ് കൂടി കഴിയുമ്പോഴേക്കും അത് ഏതാണ്ട് 225 ലക്ഷം കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് എത്തും. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഡെപ്റ്റ് GDP റേഷ്യോ എന്നുള്ളത് ഏതാണ്ട് 57.1, 57.2, ഏതാണ്ട് 57.1 മുതൽ 57.4% വരെ വരും. ആ ഗവൺമെൻറ് ഇപ്പോൾ കേരളത്തിൻ്റെ ഡെപ്റ്റ് GDP റേഷ്യോ എന്നുള്ളത് 35% താഴ്ത്താനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തെയാണ് വടിയെടുത്തടിക്കാനായിട്ട് വരുന്നത്. ഞാൻ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്നാമത്തെ കാര്യം, ഈ പൊതുമേഖലയുമായി ബന്ധപ്പെട്ടുള്ള വകയിരുത്തലുകൾ കുത്തനെ കുറയുകയാണ്. ഗ്രാമീണ മേഖലയ്ക്കുള്ള വകയിരുത്തൽ റിയൽ ടേംസിൽ കുറയുകയാണ്. നമ്മുടെ മധ്യവർഗം, മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന ആളുകളുടെ പോലും അവരുടെ റിയൽ ഇൻകത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ ഇടിവാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ കോർപ്പറേറ്റ് ഹൗസസ് അവർക്ക് ആനുകൂല്യങ്ങൾ വാരിക്കോരി കൊടുക്കുമ്പോൾ തന്നെ ഈ സ്ഥിരം തൊഴിലുകൾ അപ്രത്യക്ഷമാവുകയാണ്. കരാർ തൊഴിലുകളായി, അതുപോലെ തന്നെ ഗിഗ് വർക്കേഴ്സായി ഇത്തരം കാര്യങ്ങളിലേക്കെല്ലാം മാറുകയാണ്. ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് വല്ലാത്ത ഒരു സ്വകാര്യവൽക്കരണം എന്നൊക്കെ പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് പോകുന്നത്, ഞാൻ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കിൽ നിന്ന് ഞാനൊരു കാര്യം പറയണം, അത് 1 മിനിറ്റ് കൂടി തരുമെങ്കിൽ. കേരളത്തിൻ്റെ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഇപ്പോൾ താങ്കളോട് ഈ കാര്യം പങ്കുവയ്ക്കാനായി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, രാജ്യസഭയിൽ ശ്രീ A. റഹീം MP-യുടെ ചോദ്യത്തിന് 2025 ഓഗസ്റ്റ് 19 ഇതേ ധനകാര്യമന്ത്രി നൽകിയതായ ഒരു മറുപടി ഞാനിവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ ഈ എഴുതിത്തള്ളപ്പെട്ട വായ്പകൾ റിട്ടേൺ ഓഫ് എന്ന് തന്നെയാണ്, റീസ്ട്രക്ചറിങ് ഒന്നുമല്ല. 2020-21 90,641 കോടി രൂപ, 2021-22 57,541 കോടി രൂപ, 2022-23 72,108 കോടി രൂപ, 2023-24 58,359 കോടി രൂപ, 2024-25 മിക്കവാറും ഇത് തീരുമ്പോഴേക്കുമുള്ള അവസ്ഥ എന്നുള്ളത് ഒരു 60,000 കോടി രൂപ 70,000 കോടി രൂപയ്ക്ക് അപ്പുറത്തേക്ക് വരും.
ഇവർക്ക് നൽകിയിട്ടുള്ള ടാക്സ് ഇൻസെൻറ്റീവ്സ് എന്താണ്? നമുക്കാർക്കും ലഭിക്കുന്ന കാര്യമല്ല ഇത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമുക്കോ നമ്മുടെ പ്രേക്ഷകർക്കോ ലഭിക്കുന്നതല്ല. 2019-20 94,109 കോടി രൂപ, ഏറ്റവും ഒടുവിൽ 2023-24 കണക്ക് അവിടെ കൊടുത്തിട്ടുള്ളത് 98,999.57 കോടി രൂപ. ഇങ്ങനെ ഇതെല്ലാം അവർക്ക് ലഭ്യമായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഈ മേഖലയിൽ അവരുടേതായ നിക്ഷേപം എന്താണ്? ആ നിക്ഷേപം എന്നത് വല്ലാതെ കുറയുകയാണ്. ഒരു ഭാഗത്ത് അവരുടേതായ കൊള്ളലാഭം ഈ ഏറ്റവും മുകളിലുള്ള വൻകിട കോർപ്പറേറ്റുകൾക്ക് ലഭിക്കുമ്പോൾ അവരുടെ നിക്ഷേപം കുറയുകയും ചെയ്യുകയാണ്. ഈ ഭാരം മുഴുവനും ജനങ്ങളുടെ മേളിലേക്ക് കെട്ടിവെക്കുകയാണ്. ഇനി കേരളത്തിലേക്ക് വരാം. കേരളവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ അതിപ്പോൾ BJP പ്രതിനിധികളുണ്ട് എങ്കിൽ അവർക്ക് വല്ലാതെ അവർ ക്ഷുഭിതരാകാനൊക്കെ ഇടയുള്ള കാര്യങ്ങൾ. ഞങ്ങൾ മാത്രമല്ല ആവശ്യപ്പെട്ടത്, കിട്ടുമെന്ന് പറഞ്ഞത് ഈ പ്രീ ബഡ്ജറ്റ് ഡിസ്കഷനുകൾ, ഞാനതിൽ പങ്കെടുത്ത ആളെയല്ല, ഒരു മാധ്യമത്തിൻ്റെ ചർച്ചയിലും പങ്കെടുത്ത ആളല്ല. അതിൽ BJP നേതാക്കൾ, BJP വക്താക്കൾ തന്നെ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. ഇന്ന കാര്യങ്ങൾ ഉണ്ടാവും, നിജമായി കിട്ടിയിരിക്കും, ഉറപ്പായി കിട്ടിയിരിക്കും എന്നുള്ളത്. അപ്പോൾ എയിംസ് വളരെ മുമ്പേ തന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രഖ്യാപിച്ചു, കേരളത്തിന് ഇതുവരെ നൽകിയില്ല. ആയുർവേദ എയിംസ് 3 പ്രഖ്യാപിച്ചു. കേരളമില്ലാതെ ഒരു ആയുർവേദം ഉണ്ടോ ഈ ലോകത്ത്? അതുപോലും കേരളത്തിനില്ല. കേരളത്തിൽ 44 നദികളുണ്ട്. നമ്മൾ ഈ നാഷണൽ വാട്ടർവേസ് എന്നുള്ള നിലയിലേക്ക് പറയാവുന്ന നിലയിലേക്ക് കേരളത്തിൻ്റെ തെക്കേറ്റം മുതൽ വടക്കേറ്റം വരെ പോകാൻ കഴിയുന്നതാണ്. കൊല്ലം, കോട്ടപ്പുറം ഉൾപ്പെടെയുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള എത്രയോ വർഷമായി ഇതിന് എത്രയാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ഇക്കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിനെ സംബന്ധിച്ച് നമ്മൾ ചോദിക്കുകയാണ്. അവിടെ ഇത് നൽകാനായിട്ട് തയ്യാറാവുന്നില്ലല്ലോ. കേരള സർക്കാർ 1 രൂപയിൽ 62 പൈസ കേരള സർക്കാരിൻ്റേതാണെങ്കിൽ അവിടെ അതിൻ്റെ ബിൽഡിംഗ് നടത്തുന്ന അതിൻ്റെ ഇനിയിപ്പോൾ ഓപ്പറേഷൻ നടത്തേണ്ട അദാനി കമ്പനി 28 പൈസ ചിലവഴിക്കുന്നു. ഈ ഇന്ത്യ ഗവൺമെൻറ് 10 പൈസ കടമായിട്ടാണല്ലോ തരുന്നത് ഇക്കാര്യത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്വാഭാവികമായി എന്താണ്, ഈ കേരളം എന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിലെ പുറമ്പോക്കിലാണോ ഇങ്ങനെ കാണേണ്ടത്? അങ്ങനെ അല്ലല്ലോ. നമ്മുടെ ഈ കേരളം എന്നുള്ളത് ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലെ ഒരു സംസ്ഥാനമാണ്. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. പ്രഖ്യാപിക്കപ്പെട്ട കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതും ഒപ്പം ആ സംസ്ഥാനത്തെ സർക്കാർ, ഏത് സർക്കാരോ ആവട്ടെ, അവർ മുന്നോട്ട് വച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചർച്ച ചെയ്ത് അവിടെ അതിൻ്റെ ആ നാടിൻ്റെ വികസനത്തിനായി നൽകേണ്ട വിഹിതം നൽകുക എന്നുള്ളത്. കേരളം ചോദിക്കുന്നത് അത്യാഗ്രഹമൊന്നുമല്ല. കേരളത്തിൽ നിന്ന് പിരിക്കുന്ന പണത്തിൻ്റേതായിട്ടുള്ളൊരു വിഹിതം അത്തരത്തിൽ ചോദിക്കുമ്പോൾ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെയാണല്ലോ 15 ലോക്സഭയുടെ കാലത്ത് ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ 100 രൂപ പിരിച്ചാൽ 50 രൂപ, 1 രൂപയിൽ 50 പൈസ വീതം അത്തരത്തിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നൽകണമെന്ന് ഡോക്ടർ മൻമോഹൻ സിംഗിനോട് പറഞ്ഞത്. ഇപ്പം എന്താ എന്നിട്ട് സംഭവിച്ചത്? അക്കാര്യത്തിൽ ഈ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്തേണ്ടത്, ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഭരണപരമായ കാര്യങ്ങൾ, അതിലേതാണ്ട് ഒരു 72 മുതൽ 78% വരെയും സംസ്ഥാന സർക്കാരുകളാണ് ചെയ്യേണ്ടത്. എന്നാൽ അവർക്ക് ലഭിക്കുന്നതായ വിഹിതം എത്രയാണ് ഇതിനുള്ള പണം? ഇവിടെയാണ് പ്രശ്നം. ഈ അധികാരമെല്ലാം ഇങ്ങനെ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ അത് കേന്ദ്രത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുക എന്നുള്ള നിലയിലേക്കും അവിടെ നിന്ന് ഈ അധികാരങ്ങളും വിഭവങ്ങളും എല്ലാം താഴേക്ക് തുള്ളിയായി വീഴേണ്ടതാണ് എന്നുള്ള നിലയിലേക്കും യജമാനനും അടിമയും തമ്മിലുള്ള ബന്ധം ഇന്ത്യയിലെ ഫെഡറലിസം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ബജറ്റ് വിമർശന വിധേയമാകുന്നത്. സമ്പത്താണ് ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ വരാം. ശ്രീ പ്രിൻസ്, ഈ തീരുവായുദ്ധത്തിനിടയ്ക്കാണ് ഈ പറയുന്ന ബജറ്റ് വരുന്നത്. തീരുവായുദ്ധം എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് അമേരിക്കയുടെ ഒരു സാമ്പത്തിക ഭീഷണി നമ്മുടെ മുമ്പിലുണ്ട്. സ്വാഭാവികമായും ആ തീരുവായുദ്ധത്തിനിടയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് രാജ്യത്തെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന പദ്ധതികൾ ഉണ്ടാകും ഈ ബജറ്റിൽ എന്നാണ്. ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരർത്ഥത്തിൽ സാമ്പത്തിക വ്യവസ്ഥയെ ചലിപ്പിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് തൊഴിൽ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിൽ ബജറ്റിൽ വല്ലതുമുണ്ടോ? ഒരു ബജറ്റ് അവതരണം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതിൻ്റെ അനാലിസിസ് നടത്തുന്ന ഒരു ഘട്ടത്തിലാണ്. അപ്പോൾ എൻ്റെ തൊട്ട് മുമ്പ് പാനലിസ്റ്റായിട്ട് പറഞ്ഞ ശ്രീ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ ചിലതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ളതായിരിക്കും, എന്നിരുന്നാൽ പോലും അതിനകത്ത് വലിയൊരു സത്യമുണ്ട്. കാര്യം ഈ തവണ അദ്ദേഹത്തിന് പറഞ്ഞതിനകത്തുള്ളൊരു ചെറിയൊരു കറക്ഷൻ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, കേരളത്തിനൊന്നും കിട്ടിയെന്നില്ലെന്ന് മാത്രമല്ല ഒരു സ്റ്റേറ്റിനും ഒന്നും കാര്യമായിട്ടുള്ള ഒരു അലൊക്കേഷൻ നടത്തിയ ഒരു പ്രഖ്യാപനങ്ങളും ഇന്നത്തെ ബജറ്റിനകത്ത് ഉണ്ടായില്ല. അത്രയും ഒരു ആശ്വാസം നമുക്ക് പറയാൻ സാധിക്കും. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് താങ്കൾ പറഞ്ഞ പോലെ, സോറി, തൊട്ടടുത്ത വീട്ടിലും കറണ്ടില്ല എന്ന് പറയുന്നത് പോലെ. കറക്റ്റ്. ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പം ആഗോളതലത്തിൽ ട്രംപ് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധികൾ ഇതിനു മുമ്പ് നമ്മൾ ഒരു സമീപ കാലഘട്ടത്തിലൊന്നും ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണത്തെ ബജറ്റ് വന്നപ്പം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ബജറ്റിലൂടെ എന്തെങ്കിലും തരത്തിലെങ്കിലും ഈ എക്സ്പോർട്ടേഴ്സിനെ ബാധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ബിസിനസ്സുകാരെ മാത്രമല്ല ബാധിക്കുന്നത്, ആ എക്സ്പോർട്ട് ഇൻഡസ്ട്രികളിൽ വർക്ക് ചെയ്യുന്നതും അല്ലാത്തതുമായിട്ടുള്ള നിരവധി ആളുകൾ, സബ് കോൺട്രാക്ട് നടത്തുന്നവരും
ഒക്കെ ആയിട്ടുള്ള നിരവധി ആളുകളുടെ ലൈവ്ലിഹുഡിനെ ബാധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പരമ്പരാഗതമായിട്ടുള്ള വ്യവസായങ്ങൾ, ഫിഷറീസ്, അല്ലെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽസ്, കോയർ എക്സ്പോർട്സ്, അങ്ങനത്തെയൊക്കെയുള്ള പല കാര്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റും ഈ ബജറ്റിൽ ഉണ്ടായില്ല. പക്ഷേ ഈ ബജറ്റിനെ സംബന്ധിച്ച് മറ്റു ചില വിമർശനങ്ങൾ ഉണ്ട് താനും. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫിനാൻസ് മിനിസ്റ്ററുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് അവർ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കാര്യങ്ങൾ നടത്തി 4.3% ഫിസിക്കൽ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യുക എന്നുള്ള ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് അവർ കരുതിയിരുന്നത്. പ്രത്യേകിച്ചും കറൻസിയിൽ ഇത്രയും വലിയൊരു ഡിപ്രീസിയേഷൻ ഉണ്ടായ ഒരു വർഷം, ഇപ്പം 92 റുപ്പി ഡോളറിന് അഗൻസ്റ്റായിട്ട് ട്രേഡ് ചെയ്യുന്ന കഴിഞ്ഞ ദിവസം അത്ര ലോ ആയിട്ട് വന്നിരുന്നു. ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുക്കുമ്പം ഈ 4.3% ഫിസിക്കൽ ഡെഫിസിറ്റ് നിർത്തിക്കൊണ്ട് ബോണ്ട് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഉയരാതെ കറൻസിയിൽ വലിയൊരു ഡിപ്രീസിയേഷൻ ഫർദർ ഉണ്ടാകാതിരിക്കാനൊക്കെ ആയിരിക്കും ഫിനാൻസ് മിനിസ്റ്റർ ശ്രമിച്ചത്. പക്ഷേ ഏറ്റവും വലിയ എക്കണോമിസ്റ്റുകൾ പോലും ഇപ്പോൾ പറയുന്നത് ആ 4.3 അല്ലെ 4.4 4.5 ഒക്കെ ആയാലും ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് എക്കണോമിക്ക് ഒരു സ്റ്റിമുലസ് ആവശ്യമായിരുന്നു. പല സെക്ടേഴ്സും അത് അർഹിക്കുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകൾ വരണം, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം, അങ്ങനെ എക്കണോമിക്ക് ഒരു മൊമെൻറ്റം കിട്ടണം. അതിന് തക്കതായിട്ടുള്ള റിഫോംസും ഉണ്ടാകണം. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൽ എൻ്റെ ഒരു അനാലിസിസിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം. ഇതേപോലെ ഞങ്ങൾ ക്യാപിറ്റൽ മാർക്കറ്റ് സെഗ്മെൻറ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളാണ്. ഞങ്ങളുടെ ഇൻഡസ്ട്രിയിലാണെങ്കിൽ അഡീഷണലായിട്ട് ടാക്സ്, STT പോലെയുള്ള ടാക്സ് ഒക്കെ കൊണ്ടുവന്നു. അതൊക്കെ വന്നതോടുകൂടി സ്റ്റോക്ക് മാർക്കറ്റുകളൊക്കെ താഴേക്ക് ഇന്ന് മൂക്കുകുത്തി താഴേക്ക് പോയി. ഒരു നല്ല രീതിയിലുള്ള സെൽ ഓഫ് ഉണ്ടായി. അപ്പോൾ സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നെഗറ്റീവാണ്, ആക്ച്വലായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നെഗറ്റീവാണ്. ഇപ്പോഴത്തെ ഒരു ഫസ്റ്റ് അസസ്മെൻറ്റിൽ ഈ ഒരു ബജറ്റിനെ പറ്റി എനിക്ക് അതാണ് പറയാനുള്ളത്. ശരി. ശ്രീ മിഥുൻ വിജയകുമാർ, കേരളത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് എയിംസ് കഴിഞ്ഞ 13 വർഷമായി കേരളം ആവശ്യപ്പെടുന്നതാണ്. അപ്പോൾ ഇക്കുറി എയിംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ കേരളത്തിനില്ല. അപ്പോൾ ഇതൊരു തരം പകപോക്കലാണ് എന്നാണ് മുഖ്യമന്ത്രിക്ക് പോലും തോന്നുന്നത്. സാധാരണ പൗരന്മാർക്കും അങ്ങനെ തോന്നുന്നതിൽ തെറ്റുണ്ടോ? നോക്കൂ, ഓൾറെഡി ഈ പറഞ്ഞ 22 എയിംസിന്റെ സാങ്ഷൻ ആകുമ്പോൾ അത് പല ഘട്ടങ്ങളിലായിട്ടാണ് അത് കംപ്ലീഷനിലേക്ക് പോകുന്നത്. അപ്പൊ കേരളം ക്യൂവിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ കേരളത്തിന് എയിംസ് ഇല്ല എന്ന ധാരണയിലേക്ക് എത്തേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് വളരെയധികം ക്ലാരിഫൈ ചെയ്തൊരു കാര്യമാണ്. അത് കേരളത്തിന്റെ എയിംസ് ആക്റ്റീവ് കൺസിഡറേഷനിലുള്ള ഒരു കാര്യം തന്നെയാണ്. അതിന്റെ സൈറ്റ് അസസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. അത് ഒരു ടെക്നിക്കൽ ഡിലേ ആണ് അവിടെ സംഭവിക്കുന്നത്. അതിനൊരു റിജക്ഷൻ ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആയുർവേദത്തിന്റെ കാര്യത്തിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പൊ കേരളം അതിലൊരു കണ്ടന്ററാണ്. എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഞാൻ ബജറ്റിന്റെ പ്രഖ്യാപനം കേട്ടു, പക്ഷെ അതിൽ എവിടെയെങ്കിലും ഇത് ഏത് സംസ്ഥാനത്താണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത്, എയിംസ് ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് വരാൻ പോകുന്നത് എന്ന് എനിക്കറിയില്ല. പക്ഷെ കേരളം അതിലൊരു ടോപ്പ് കണ്ടന്ററാണ് എന്ന വാർത്തകൾ ഞാൻ വായിച്ചു. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു എയിംസിന്റെ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ കിടക്കുന്നത്. അപ്പൊ അതിൽ കേരളത്തിന് എയിംസ് അലൊക്കേഷനേ ഇല്ല, അല്ലെങ്കിൽ കേരളത്തിൽ എയിംസ് വരാനേ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് തെറ്റായ ഒരു കാര്യമാണ്. കാരണം അത് ഒരു ടെക്നിക്കൽ ഡിലേയിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. അവിടെ അതിനൊരു റിജക്ഷൻ ആയിട്ട് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഒരു സംസ്ഥാനത്ത് ഒന്നിലധികം എയിംസ് വരുമ്പോഴാണ് കേരളം പോലൊരു സംസ്ഥാനം 13 വർഷമായി ആവശ്യം ഉന്നയിക്കുന്നത്. അല്ല, തീർച്ചയായിട്ടും കേരളത്തിൽ എയിംസ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷെ അതിൽ ഒരു ടെക്നിക്കൽ ഡിലേ ഉണ്ട് അവിടെ. കാരണം ഈ സൈറ്റ് അലൊക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ്, ബജറ്റ് അലൊക്കേഷൻ, ഈ എന്താ പറയാ പല പാരാമീറ്റേഴ്സും മീറ്റ് ചെയ്യണം. ചില സെൻട്രൽ പാരാമീറ്റേഴ്സ് മീറ്റ് ചെയ്യാതെ അവർക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. എന്താണ് സെൻട്രൽ പാരാമീറ്റേഴ്സ്? ഇപ്പോൾ ഇവിടെ കേരളത്തിലെ BJP നേതാക്കൾ, കേന്ദ്രമന്ത്രിമാരൊക്കെ പറയുന്നത് ഇപ്പം സുരേഷ് ഗോപിയുടെ ആവശ്യം ആലപ്പുഴയിൽ വരണമെന്നാണ്. BJPയുടെ മറ്റു ചില നേതാക്കന്മാർക്ക് മറ്റിടത്താണ്, പാലക്കാടാണ്. സർക്കാർ സ്ഥലം കാണുന്നത് കോഴിക്കോടാണ്. അപ്പോൾ ഇത് ഏത് പാരാമീറ്റേഴ്സ് ആണ് കേരളം പൂർത്തിയാക്കാത്തതെന്നാണ് മിഥുന് തോന്നുന്നത്? അതാണല്ലോ ഞാൻ പറഞ്ഞത്, സൈറ്റ് അസസ്മെന്റ് പൂർത്തിയായിട്ടില്ല എന്നുള്ളത്. അല്ല, സൈറ്റ് അസസ്മെന്റ് നടത്തുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രിയാണോ? കൊണ്ടുവരാൻ പറ്റുക. സോറി, സൈറ്റ് അസസ്മെന്റ് നടത്തേണ്ടത് കേന്ദ്ര പെട്രോളിയം മന്ത്രിയാണോ? അല്ല, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ ഇതിൽ വരുന്ന കാര്യമല്ലേ അതൊക്കെ? അല്ല, ഇവിടെ അഭിപ്രായം പറയുന്നത് സുരേഷ് ഗോപിയും രാജീവ് ചന്ദ്രശേഖരനൊക്കെയാണ്. അല്ല, അവര് കേന്ദ്രത്തിന്റെ എന്താ പറയാ മൗത്ത് പീസ് ആയിട്ട് ഇവിടെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അവര് എന്ത് പറയുന്നു, അല്ലെങ്കിൽ അവരല്ലോ ഇതിന്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുക. അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ സൈറ്റ് അസസ്മെന്റ് കഴിയാത്തത് കൊണ്ടാണ് എയിംസ് ഇവിടെ വരാത്തത്. അതാണ് അതിന്റെ പ്ലെയിൻ ലോജിക്. അപ്പൊ അതിൽ എയിംസിന്റെ പ്രൊജക്റ്റ് കേരളത്തിന് വരാൻ പോകുന്നില്ല, അതൊരു റിജക്ഷൻ ആയി കാണണം എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇവിടെ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡെറ്റ് ടു GDP റേഷ്യോ, ഡെറ്റ് ടു GDP റേഷ്യോ ആക്ച്വലി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ വർഷത്തെ കുറയാണ്. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഏർണിംഗ് പൊട്ടൻഷ്യൽ കൂടുതലുള്ള ഒരാള് ഒരു വലിയ ലോൺ എടുത്താൽ എന്തായിരിക്കും,
അയാൾക്ക് പ്രശ്നമില്ല, കാരണം അയാൾക്ക് അത് മീറ്റ് ചെയ്യാൻ പറ്റും, അയാളുടെ ഏർണിംഗ് പൊട്ടൻഷ്യൽ അത്രയുണ്ട്. അപ്പൊ ഡെറ്റ് ടു GDP റേഷ്യോ കുറയും തോറും നമുക്ക് അതൊരു നല്ല പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആയിട്ട് കാണേണ്ട കാര്യമില്ല. അതിലെന്താണ് ഇത്ര വലിയ പ്രശ്നം? നിങ്ങൾ ഈ മേജർ എക്കോണമീസ് അല്ലെങ്കിൽ USA അല്ലെങ്കിൽ ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കൂ. അവരുടെയൊക്കെ ഡെറ്റ് ടു GDP റേഷ്യോ 120%, 250%. ഇന്ത്യ ആക്ച്വലി വളരെ എന്താ പറയുക, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നിൽക്കുകയാണ് ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റേറ്റിംഗ് IMF എന്നത് C ആണ്. നോക്കൂ, നമ്മളത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പൊ എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ട് ഈ ജനുവരി കഴിയുമ്പോഴേക്കും എല്ലാം നടക്കണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ? അത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഗ്രോത്തിന്റെ പാതയിലാണ്. മാനുഫാക്ചറിങ്ങിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട്. എന്താ പറയുക, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിനെ കുറിച്ച് വലിയ രീതിയിലുള്ള പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനെ കുറിച്ച് വലിയ രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ റേറ്റിംഗ്സ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഡിസാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനമായിരുന്നു എന്ന് പറയുമ്പോൾ അത് ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ഈ കേരളത്തിലേക്കുള്ള അലോക്കേഷൻ തന്നെ നോക്കുകയാണെങ്കിലും, ഇപ്പൊ 16th ഫിനാൻസ് കമ്മീഷന്റെ അലോക്കേഷൻ നോക്കുകയാണെങ്കിൽ 1.9% നിന്ന് 2.38% ഉയർത്തിയിട്ടില്ലേ. അപ്പൊ അങ്ങനെ നോക്കി കഴിയുകയാണെങ്കിൽ കേരളത്തിൽ പ്രൊജക്ട് ചെയ്യുന്ന റവന്യൂ എന്ന് പറയുന്നത് ഒരു 42,000 കോടി രൂപയാണ്. അപ്പൊ ഈ സെൻട്രൽ ടാക്സസിന്റെ ആ ഒരു ഷെയർ. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു രീതിയിലും ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് എവിടേക്കോ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടെ വാട്ടർവേസിന്റെ കാര്യം പറഞ്ഞു. കുറച്ച് ദിവസം മുമ്പായിരുന്നു ഈ ഇൻലാൻഡ് വാട്ടർവേസ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മീറ്റിംഗ് നടന്നത് കൊച്ചിയിൽ. അപ്പൊ അവിടെ എന്താ പറയുക, എനിക്ക് 1,500 കോടിയോളം വരുന്ന പ്രോജക്ട്സിന്റെ ഒരു പ്രഖ്യാപനം അവിടെ ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, കേരളത്തിന് എക്കണോമിക് സർവേ 2026 പ്രകാരം കൊച്ചി വാട്ടർ മെട്രോനെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡായി എടുത്തിട്ടാണ് ഈ പറയുന്ന മറ്റ് സ്ഥലങ്ങളിൽ വാട്ടർവേസ് അവർ കൊണ്ടുവരാൻ നോക്കുന്നത്. അപ്പൊ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുന്നതല്ല, കേരളത്തെ ആക്ച്വലി ഈ നമ്മുടെ മാതൃക അഡോപ്റ്റ് ചെയ്യുന്നത് നമുക്കൊരു പദ്ധതി തരുന്നത് രണ്ടല്ലേ മിഥുൻ വിജയകുമാർ? എങ്ങനെ നമ്മുടെ മാതൃക അഡോപ്റ്റ് ചെയ്യുന്നതും നമുക്കൊരു പദ്ധതി അർഹതപ്പെട്ട ഒരു പദ്ധതി കിട്ടുന്നതും രണ്ടല്ലേ? അല്ല, 1,500ഓളം കോടി വരുന്ന പ്രോജക്ട്സ് ക്ലിയർ ചെയ്തു ഈ പറയുന്ന എന്താ പറയുക ഇൻലാൻഡ് വാട്ടർവേസ് ഡെവലപ്മെന്റ് കൗൺസിൽ. അത് കൊച്ചിയിലാണ്, കൊച്ചിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത് ഫാക്ച്വലി റോങ് ആണ്. കേരളത്തിന്റെ വാട്ടർവേസിൽ ഒരു ഡെവലപ്മെന്റ് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ തെറ്റാണ്. കാരണം ഈ പറഞ്ഞ പോലെ ക്രൂസ് ജെട്ടികള്, ഈ എന്താ പറയാ സർവേ വെസൽസ്, ഇതൊക്കെ കേരളത്തിൽ കൊച്ചിയെ ഫോക്കസ് ചെയ്തുകൊണ്ടിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം കൊച്ചിയെ അങ്ങനെ ബഡ്ജറ്റിലുണ്ടോ കൊച്ചി കേന്ദ്രീകരിച്ച് ക്രൂസ് ഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യുക? അങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടോ ഈ ബഡ്ജറ്റിൽ? ഈ ബഡ്ജറ്റിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. വാട്ടർ ഡെവലപ്മെന്റ് കേരളത്തിലെ വാട്ടർ മെട്രോയെ മാതൃകയാക്കി മറ്റിടങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതം വികസിപ്പിക്കുന്നു. കേരളത്തിലൊന്നുമില്ല, അതാണ് പ്രശ്നം. അല്ല അജിംസെ, ഞാൻ പറയുന്ന കാര്യം ഒന്ന് കേൾക്കൂ. എനിക്കൊന്ന് ജനുവരി 23-നാണെന്ന് തോന്നുന്നു ഇൻലാൻഡ് വാട്ടർവേസ് ഡെവലപ്മെന്റ് കൗൺസിലിന്റെ മീറ്റിംഗിൽ 1,500ഓളം കോടി വരുന്ന പ്രോജക്ട്സ് ക്ലിയർ ചെയ്തിട്ടുണ്ട് കൊച്ചിക്ക്. അപ്പൊ അത് ബജറ്റിൽ പറഞ്ഞില്ല എന്ന് കരുതിയിട്ട് അതിൽ എന്താ പറയുക കൊച്ചി ഡെവലപ്മെന്റ് നടക്കുന്നില്ല, കേരളത്തിൽ ഡെവലപ്മെന്റ് വരുന്നില്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അപ്പൊ ബജറ്റിൽ ഈ എന്താ പറയുക എല്ലാ സംസ്ഥാനങ്ങളും ഉൾക്കൊള്ളിച്ചാണ് കേന്ദ്രത്തിന് ഒരു ബജറ്റ് തയ്യാറാക്കാൻ സാധിക്കുക. അതിൽ കേരളത്തിന് പ്രത്യേക പരിഗണന കിട്ടണം എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. പിന്നെ കേരളത്തിൽ തീർച്ചയായിട്ടും പരിഗണന കിട്ടേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും. തീർച്ചയായിട്ടും അതിലൊരു ക്രിട്ടിക്കൽ അപ്രോച്ച് തന്നെ നമുക്ക് കാണാം. പക്ഷേ ഈ ബജറ്റ് ടോട്ടലി ഒരു ഫെയിലിയർ ആണ്. മിഥുൻ, നമ്മളൊരു മലയാളി എന്ന നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാംഗമായ കേന്ദ്രമന്ത്രിയുണ്ട്, ഒന്നിലധികം കേന്ദ്രമന്ത്രിമാരുണ്ട്. മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ്. എന്നിട്ടും BJP ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് നമുക്ക് വേണ്ടത്ര പരിഗണന കിട്ടിയിട്ടില്ല എന്നൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? അല്ല, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന മധ്യപ്രദേശിലും കർണാടകയിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇഷ്ടം പോലെ MP മാരുണ്ടല്ലോ. അവരൊക്കെ കൂടുതൽ MP എന്ന് പറയുമ്പോൾ കൂടുതൽ അലൊക്കേഷൻ എന്നൊരു ധാരണയുണ്ടോ? അങ്ങനത്തെ ഒരു റേഷ്യോ ഉണ്ടോ? ഇത് ഓരോ സംസ്ഥാനത്തിലേക്കുള്ള ഡെവലപ്മെന്റിന്റെ ആസ്പെക്ടിൽ നോക്കി കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. അതിൽ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയം കൊണ്ടുവരിക, അല്ലെങ്കിൽ എത്ര MP മാരുണ്ട്, എത്ര MP മാരുടെ റെപ്രസെന്റേഷൻ അനുസരിച്ചാണോ ബജറ്റ് അലൊക്കേഷൻ നടക്കുക? അങ്ങനെയല്ല. അപ്പം കേരളത്തിന് കിട്ടേണ്ട വിഹിതം എന്തായാലും കിട്ടിക്കൊണ്ടിരിക്കും. എന്താ പറയുക, ഇനി മുന്നോട്ടുള്ള ഡെവലപ്മെന്റ് കാര്യത്തിലാണെങ്കിലും കേരളത്തെ കൺസിഡർ ചെയ്യാതെ ഒരു നീക്കവും കേന്ദ്രത്തിന് എടുക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീ വസന്ത് സിറിയക്, ഇത് എല്ലാ കാലത്തും കേരളം അവഗണിക്കപ്പെടുന്നു. അതിപ്പോൾ റെയിൽ ബജറ്റിലാണെങ്കിലും മുമ്പ് അങ്ങനെയായിരുന്നു. യൂണിയൻ ബജറ്റിൽ കേരളത്തോട് അവഗണന, ഇതിങ്ങനെ ഒരു സ്ഥിരം പല്ലവിയാവുന്നതാണോ? അതല്ല, ഈ ബജറ്റിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംസ്ഥാനങ്ങൾക്കും ഒന്നുമില്ല, ബജറ്റ് തന്നെ ഒരു അണ്ടർ പെർഫോമിംഗ് ആണ് എന്ന ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളത്? ഒന്ന് വളരെ പെരിഫറലായി
കുറെ കാര്യങ്ങൾ പറഞ്ഞു പോയതല്ലാതെ സ്പെസിഫിക് ആയി വലിയ വൻകിട പദ്ധതികളൊന്നും ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ് പോലും വലിയ രീതിയിൽ കുത്തനെ ഇടിഞ്ഞ് ഏതാണ്ട് ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് ഒരാഴ്ച രണ്ടാഴ്ച കാലത്ത് ഏറ്റവും ലോവസ്റ്റ് നിലയിലാണ് ഇന്ന് ലാൻഡ് ചെയ്തത്. ഒരുപാട് പേർ അവരവരുടെ ഷെയർ പോലും സെൽ ഓഫ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയത് ഇന്നത്തെ ബഡ്ജറ്റ് പൂർണ്ണാർത്ഥത്തിൽ നിരാശാജനകമാണ് എന്നതുകൊണ്ടാണ്. അവിടെ എന്താണ് പ്രശ്നം? ഒന്ന്, ഈ ആഗോള തലത്തിൽ ഇപ്പൊ അമേരിക്കയുടെ ഈ പറയുന്ന ഒരു ടാരിഫ് യുദ്ധം ഇന്ത്യക്കടക്കം നേരിടേണ്ടി വരുന്നു. ഈ ജിയോ പൊളിറ്റിക്സിൽ വലിയ ചേഞ്ചസ് ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗവൺമെന്റ് മാറി നിൽക്കുകയാണോ വേണ്ടത്? ഗവൺമെന്റ് മാർക്കറ്റിൽ അല്ലെങ്കിൽ ഗവൺമെന്റ് ഈ പറയുന്ന എക്കണോമിക്കൽ ഇന്റർവെൻഷൻ നടത്താതെ കുറച്ച് പൈസയൊക്കെ അടിക്കപ്പിടിച്ച് ആരെ അങ്ങ് മുറുക്കി കെട്ടി മാറി നിൽക്കുന്നതാണോ ശരി എന്നുള്ള ഒരു ചോദ്യമാണ്. അതല്ല ശരി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. അതിന് കടമെടുത്താണെങ്കിലും അങ്ങനെ പണം ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമാണ് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുക, കൂടുതൽ മാർക്കറ്റിലേക്ക് പണം ഇൻജെക്ട് ചെയ്യപ്പെടുക. അങ്ങനെ ഇൻജെക്ട് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ മണി ഇൻ റിട്ടേൺ ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിന്റെ എക്കണോമിക്കൽ രീതി തന്നെ. എന്നാൽ ഈ പറഞ്ഞ താരിഫ് യുദ്ധം അടക്കം നടക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ ജിയോ പൊളിറ്റിക്സിൽ വലിയ മാറ്റങ്ങൾ ലോകത്തിൽ ഉണ്ടാകുമ്പോൾ ഇന്ത്യ ഏതാണ്ട് ഈ പറയുന്ന ഇതിന്റെ സെന്ററായി മാറി നിൽക്കുന്ന സമയത്ത് ഈ ബഡ്ജറ്റ് എന്ത് കണ്ടാണ്, എന്ത് ബേസിന്റെ പുറത്താണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് നമുക്ക് ജനറലായി പറയേണ്ടി വരും. ഇനി കേരളത്തെ പറ്റി പൂർണ്ണമാർത്ഥത്തിൽ നമ്മളെ അവഗണിക്കുകയല്ല, അവഹേളിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ മിഥുൻ വിജയകുമാർ പറഞ്ഞു ഇനി സ്ഥലം ഏറ്റെടുക്കാനുണ്ട്, ഇനി അവിടെ എന്താണ് ഈ പറയുന്ന ഡ്രോൺ പറത്തി സർവേ നടത്താനുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ 12 വർഷമായി നിങ്ങളുടെ മന്ത്രി JP നഡ്ഡ ഈ പറയുന്ന ലോക്സഭയിൽ ഉറപ്പ് നൽകിയിട്ട് അടുത്ത ബഡ്ജറ്റിൽ ഉണ്ടാവുമെന്ന്. ആ അടുത്ത ബഡ്ജറ്റ് കഴിഞ്ഞിട്ട് ഇന്ന് 11ാമത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. എവിടെയാണ് ആ ഉറപ്പ് പാലിക്കപ്പെട്ടത്? എയിംസ് വരും കേട്ടോ, കേരളയിൽ വരും കേട്ടോ എന്ന് പിണറായി വിജയൻ പറഞ്ഞ പോലെ എയിംസ് വരും കേട്ടോ, എയിംസ് വരും കേട്ടോ എന്ന് നാട് മുഴുവൻ ഓടി നടന്ന് സുരേഷ് ഗോപി പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് 2.5 വർഷക്കാലമായി. ആലപ്പുഴയിൽ ചെന്ന് അവിടെ ചെന്നിട്ട് പറയും എയിംസ് വരും കേട്ടോ ആലപ്പുഴയിൽ. ഇനി തൃശ്ശൂർ എന്നാ പറയും തൃശ്ശൂരിൽ എയിംസ് തരാം കേട്ടോ. അങ്ങനെ ഈ 14 ജില്ലയിലും പോയി ജില്ലയുടെ പേര് മാറ്റി അദ്ദേഹം എയിംസ് വരും കേട്ടോ എന്ന് ഇങ്ങനെ കാണിക്കുന്നതല്ലാതെ ഈ എയിംസ് വരുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ചുക്കിന്റെയോ ചുണ്ണാമ്പിന്റെയോ, ഞാൻ വളരെ വൈകാരികമായി സംസാരിക്കുന്നതിന് അതിൻ്റെതായിട്ടുള്ള ബേസ് ഉണ്ട്. കാരണം ഞാനടക്കം റെപ്രസെന്റ് ചെയ്യുന്ന ഇവിടുത്തെ യൂത്ത് ഉണ്ട്. ആ യൂത്തിനെ അഡ്രസ് ചെയ്യാൻ എന്താണ് നിങ്ങൾക്ക് സാധിച്ചിരിക്കുന്നത്? ഏറ്റവും കൂടുതൽ യൂത്ത് മൈഗ്രേഷൻ നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറിയിട്ടുണ്ട്. അവരെ പിടിച്ചു നിർത്താൻ എന്താണ് കേന്ദ്രത്തിന്റെ പദ്ധതി? ഏറ്റവും കൂടുതൽ യൂത്ത് തെരുവിൽ പണിയില്ലാതെ നിൽക്കുകയാണ്. പണ്ടൊക്കെ ഡിഗ്രി വിദ്യാഭ്യാസമായിരുന്നു ബേസിക്, ഇന്ന് PG ഇല്ലാത്തവരായി ആരുമില്ല. അവരെ അഡ്രസ് ചെയ്യാൻ എന്താണ് ഈ കേന്ദ്ര ബഡ്ജറ്റ് സാധിക്കാത്തത്? എയിംസ് അടക്കം കുറെ കാലങ്ങളായി ഇങ്ങനെ പറഞ്ഞു പോയിട്ടും സുരേഷ് ഗോപി നാട് മുഴുവൻ നടന്ന് ഈ സിനിമ സ്റ്റൈലിൽ ഡയലോഗ് അടിക്കുന്നതല്ലാതെ എയിംസുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ, ഒരു നിവേദനം കൊടുക്കാൻ നിങ്ങളുടെ കേന്ദ്രമന്ത്രിക്ക് എന്താണ് സാധിക്കാത്തത്? ജോർജ് കുര്യൻ എന്റെ നാട്ടുകാരനാ, കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ നഴ്സുമാരും ഒക്കെ ഉള്ളത്. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് ഈ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട്. എന്തുകൊണ്ടാണ് അവരെ അഡ്രസ് ചെയ്യാൻ സാധിക്കാത്തത്? ഇനി ടൂറിസം മേഖല എടുത്തു നോക്കൂ. കേരളം പോലെ ടൂറിസത്തിന് ഇത്രമാത്രം സാധ്യതയുള്ള മറ്റേത് സംസ്ഥാനം ആണുള്ളത്? ഇനി അത് ഈ വാട്ടർ ടൂറിസം ആവട്ടെ, സ്പിരിച്വൽ ടൂറിസം എടുത്തു നോക്കൂ. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ആഗോള കത്തോലിക്ക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിശുദ്ധർ അൽഫോൺസാമ അടക്കമുള്ളവർ കോട്ടയം ജില്ലക്കാരാണ്. ഇനി ശബരിമല എടുത്തു നോക്കൂ. അങ്ങനെ സ്പിരിച്വൽ ടൂറിസം എടുത്തു നോക്കിയാൽ ടൂറിസം മേഖലയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൗത്ത് ഇന്ത്യയിലെ 1ാമത്തെ സംസ്ഥാനം കേരളമാണ്. എന്താണ് കേന്ദ്രത്തിന് അതുമായി ബന്ധപ്പെട്ട് പദ്ധതി ഇല്ലാത്തത്? ശബരിമലയുടെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് എന്താണ് കേന്ദ്രത്തിന് പദ്ധതി ഇല്ലാത്തത്? എന്താണ് ഈ ബഡ്ജറ്റ് പറയാത്തത്? അതായത് BJP നേതാക്കൾ മാറും എന്ന് പറയുന്നത് ഈ മഴക്കാർ വന്ന് അത് മാറിപ്പോകുമെന്നുള്ളതാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. മാറാത്തതും മാറും എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇവിടെ മാറിയത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇനി ഒരു കാര്യം കൂടി, നരേന്ദ്രമോദിയെ ആനയിച്ചു കൊണ്ടുവന്ന് ഇതാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്തോ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന കണക്കിന് PR എക്സസൈസ് നടത്തിയല്ലാതെ തിരുവനന്തപുരം കോർപ്പറേഷൻ ബന്ധപ്പെട്ട ഒരു വാക്ക് ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഉണ്ടോ? ആയുർവേദവുമായി ബന്ധപ്പെട്ട് എയിംസ് പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് പറയുന്നു. അത് എവിടെയാണ് എന്ന് നമുക്ക് വ്യക്തതയില്ല. കേരളത്തിലായിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും അവരത് പ്രഖ്യാപിച്ചാനേ. ഈ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിക്കും. അജിംസിന് സംശയമുണ്ടോ? അതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ അവർ നോക്കുമെന്നതിൽ നമുക്ക് സംശയമുണ്ടോ? അവരുടെ മനസ്സിൽ കേരളമാണ് എന്നിരിക്കട്ടെ. ആയുർവേദ എയിംസുമായി ബന്ധപ്പെട്ട് അത് ഈ ബഡ്ജറ്റിൽ ഒരു വാക്കിലെങ്കിലും പരാമർശിച്ച് അതിന്റെ ഗുണം, പ്രത്യേകിച്ച് ഇലക്ഷൻ ഇയർ ആണ്, ആ ഇലക്ഷൻ ഇയറിൽ അതിന്റെ ഗുണം എടുക്കാൻ നോക്കാതിരിക്കും നിർമ്മലാ സീതാരാമൻ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടിരിക്കുന്ന PRD എന്ന് നമ്മൾ വിശ്വസിക്കണമോ? അപ്പൊ കേരളമല്ല അവരുടെ മനസ്സിലുള്ളത്. ആയിരുന്നുവെങ്കിൽ ഉറപ്പായും ഈ ഇലക്ഷൻ ഇയറിൽ അവരത് പറഞ്ഞു പോകുമായിരുന്നു. അതുകൊണ്ട് വളരെ കൃത്യമായി അവഗണനയല്ല, കേരളത്തോടുള്ള അവഹേളനമാണ്.
ഒരു ഇലക്ഷൻ ഇയർ ആയിട്ട് പോലും ഞാൻ കുറച്ച് ഒരു പൊളിറ്റിക്കൽ ആയിട്ട് പറയുകയാണ്. ഇപ്പൊ ഇലക്ഷൻ ഇയറിൽ എന്താ ഉണ്ടാവുക? സ്വാഭാവികമായും കുറച്ച് സീറ്റെങ്കിലും പിടിക്കാൻ, കുറച്ച് വോട്ടെങ്കിലും ഉണ്ടാവാൻ ഒരു തരത്തിലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു സോഫ്റ്റ് കോർണർ ആ സ്റ്റേറ്റുകളോട് സാധാരണ കേന്ദ്ര സർക്കാരുകൾ കാണിക്കാറുണ്ട്. അതുപോലും പരിഗണിക്കപ്പെട്ടിട്ടില്ല. അതായത് ഈ ഇന്ത്യയുടെ കുപ്പ് തൊട്ടയിലാണോ കേരളം? അതോ പണ്ട് നരേന്ദ്രമോദി വിളിച്ച പോലെ ഇത് സൊമാലിയായിട്ടാണോ കേന്ദ്ര സർക്കാർ കണക്കിലാക്കുന്നത്? ഇതെന്താ ചിറ്റമ്പളയമാണോ? നമ്മളെന്താ രണ്ടാം കുടിയിലെ മക്കളാണോ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്നുണ്ട്. അത് ചോദിക്കുന്നത് ഇവിടുത്തെ യുവാക്കളെ കൂടി ഞാൻ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ഇത്ര വൈകാരികമായി സംസാരിക്കുന്നത്. അവരെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തൊരു കേന്ദ്ര ബഡ്ജറ്റ് അത് കാലത്തിന്റെ ചവറ്റുകൊട്ടയിലായിരിക്കും എന്നതിൽ സംശയം വേണ്ട. ശരി, ശ്രീ പ്രിൻസ്, ഈ താരിഫ് യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഏറ്റവും പ്രധാനമായും ഇതിൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് പറയുന്ന കാര്യം 5 കൊല്ലത്തേക്കുള്ള പ്രൊജക്ടുകളാണ്. അതായത് ടെക്സ്റ്റൈൽ സെക്ടറിൽ, കെമിക്കൽ സെക്ടറിൽ, MSMEകളിൽ 5 കൊല്ലത്തേക്കുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെയുള്ള 5 കൊല്ലത്തേക്കുള്ള പദ്ധതികൾ 2014 മുതലേ ഉള്ളതാണ്. പ്രത്യേകിച്ചും സപ്ലൈ ചെയിൻ, സ്റ്റോറേജുകൾ, കോൾഡ് സ്റ്റോറേജുകൾ എന്നൊക്കെ പറഞ്ഞ് 2014 മുതൽ എല്ലാ ബജറ്റിലും ആവർത്തിക്കുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ ഈ എല്ലാ ബജറ്റിലും ആവർത്തിക്കുന്ന കാര്യങ്ങളെ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് തോന്നുന്ന വിധം ഒരു ടോക്കണിസം ഇതിൽ കാണുന്നുണ്ടോ? അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും ഒരു പരിധി വരെ അത് ശരിയാണെന്ന് പറയാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പല പ്രൊജക്റ്റുകളും ഇതിന് മുമ്പുള്ള ബജറ്റുകളിലും അവതരിപ്പിച്ചിട്ടും അതിൻ്റെ ഒരു എക്സിക്യൂഷൻ ലെവലിൽ അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്ത് വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്റ്റുകൾ വീണ്ടും പുതിയ രീതിയിൽ അടുത്ത ബജറ്റിലും വരുന്നുണ്ട്. അപ്പോൾ എത്രമാത്രം ഈ ബജറ്റ് പ്രപ്പോസൽസ് റിയലായിട്ട് ഇംപ്ലിമെൻറ്റഡ് ആകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും എക്കണോമിക് സർവേയിൽ ഇതൊക്കെ വരേണ്ടതാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും എക്കണോമിക് സർവേ റിപ്പോർട്ട്, ഇപ്പം സമ്പത്ത് സാർ ഇവിടെ പറഞ്ഞല്ലോ, എക്കണോമിക് സർവേ റിപ്പോർട്ട് ഒരു ഗവൺമെൻറ്റിന് ഫേവറബിളായിട്ടുള്ള രീതിയിൽ ഗവൺമെൻറ് ഒരു നല്ല പിക്ചർ പെയിൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് എക്കണോമിക് സർവേ റിപ്പോർട്ടുകൾ സാധാരണ വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നൊരു ഫാക്ച്വൽ റിപ്പോർട്ടാണെന്ന് പറയുമെങ്കിലും അത് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു ബജറ്റിന് ശേഷം അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ലെവൽ എന്താണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു വ്യക്തത നമുക്കില്ല. ഇനി രണ്ടാമതുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബജറ്റിനെ സംബന്ധിച്ച് കുറേ നെഗറ്റീവ്സൊക്കെ നമ്മൾ പല പാനലിസ്റ്റുകളും ഇപ്പോൾ ഇവിടെ പറഞ്ഞു. ഈ കുറച്ചൊക്കെ പോസിറ്റീവ്സും ഇല്ലാതെ ഇല്ല, കുറേ കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ഒരു നല്ല തുക 12 ലക്ഷം കോടിക്ക് മുകളിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യാൻ വില്ലിംഗ് ആണ് എന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഏത് മേഖലകളിലേക്കാണ് സ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതിനെപ്പറ്റി ഡിഫൻസിന് ഒരു ഏതാണ്ട് 6 ലക്ഷം കോടിക്ക് താഴെയുള്ള ഒരു അലൊക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതൊഴിവായാൽ മറ്റ് മേഖലകൾ ഏതാണെന്നുള്ളതിനെപ്പറ്റി അത്ര ഒരു വ്യക്തതയോടുകൂടി ബജറ്റ് ഡോക്യുമെൻറ്റിൽ വന്നിട്ടില്ല. എങ്കിലും ഈ 12 ലക്ഷം കോടിക്ക് മുകളിൽ ഗവൺമെൻറ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്താൽ അത് എക്കണോമിക്ക് ഗുണകരമായിട്ട് വരും. അത് മോദി സർക്കാരിൻ്റെ ഒരു ക്രെഡിബിളായിട്ട് പറയാവുന്ന ഒരു കാര്യം, റോഡ്, റെയിൽവേ, അതുപോലെ എയർപോർട്ടുകൾ പോലെയുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാനായിട്ട് അവർ വലിയൊരു എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളത് പൊതുവെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണോ അതോ വേറെന്തെങ്കിലും കാര്യത്തിലാണോ ക്യാപെക്സ് സ്പെൻഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പിന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സെൻറ്റർ പോലെയുള്ള ഒരു കാര്യങ്ങൾക്കായിട്ട് ഒരു 20 വർഷത്തെ ടാക്സ് ഹോളിഡേ 2047 വരെ അതിലേക്ക് മുടക്കുന്ന ആളുകൾക്ക് ടാക്സിൽ ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളത് ചിലപ്പോൾ നന്നായിട്ട് വരും. കാര്യം അത്തരം ആക്ടിവിറ്റീസാണ് ഇപ്പം ലോകത്തെല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ കുറച്ച് പുറകിലാണെന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കവറപ്പ് ചെയ്യാനായിട്ട് വരും. ഇങ്ങനത്തെ ചില പോസിറ്റീവ്സൊക്കെ ബജറ്റിലുണ്ട്. എങ്കിലും താങ്കൾ പറഞ്ഞ ആ പോയിന്റ്, അതായത് ചില കോപ്പി പേസ്റ്റ് രീതിയിലുള്ള ചില കാര്യങ്ങൾ പ്രഖ്യാപനങ്ങളായിട്ട് തന്നെ വീണ്ടും അടുത്ത ബജറ്റിലും വരുന്ന ഒരു സിറ്റുവേഷൻ ആണോ എന്ന് ചില കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിഥികളെതിരെ ശ്രീ എ സമ്പത്ത്, ഈ ധാതുമണൽ കോറിഡോർ അത് പ്രഖ്യാപിക്കുമ്പോഴുള്ളൊരു പ്രശ്നം, 1.5-2 വർഷം മുമ്പാണ് ഒരു പുതിയ നിയമം പാർലമെൻറ്റിൽ വന്നത് ധാതുമണൽ ഖനനവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നിലവിൽ കേരളത്തിൽ ധാതുമണൽ ഖനനം പൊതുമേഖലയിലാണ്. കേന്ദ്രം പുതിയ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു പദ്ധതി ഇങ്ങോട്ട് വരികയാണോ അതല്ല നമ്മുടെ ധാതുമണൽ കടത്തുകയാണോ ചെയ്യുക? ജെയിംസ് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇത് തുടർന്നും നമ്മുടെ ജനപ്രതിനിധികളും മാധ്യമങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ നേരത്തെ പ്രഖ്യാപിച്ചതായിട്ടുള്ള ഈ ധാതുമണൽ കോറിഡോർ, അതിപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അവരുടെ ബഡ്ജറ്റിൽ ഇത് ആവർത്തിച്ചു പറയുന്നു. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇനി നമ്മൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഇതൊരു ജനവിരുദ്ധ ബഡ്ജറ്റും ഒരു ഫെഡറൽ വിരുദ്ധ ബഡ്ജറ്റുമാണ്. ഞാൻ ഈ കാര്യത്തെ സംബന്ധിച്ച് പല മാധ്യമങ്ങളിലും പറഞ്ഞൊരു കാര്യം, ഞാനത് എന്നോട് ചിലപ്പോൾ BJPയുടെ ചങ്ങാതിമാർ പാനൽ ഡിസ്കഷനിൽ, ഇപ്പം മിഥുനിപ്പോൾ ഒരു കാര്യമുണ്ട്, മിഥുൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ BJP ഓൺ ചെയ്യണമെന്നില്ല. കാരണം അദ്ദേഹം BJPയുടെ പ്രതിനിധി എന്നുള്ള
ആ ഒരു നിലയിലല്ലാത്തത് കൊണ്ട്. ഇപ്പം ഞാനിപ്പോൾ വസന്ത് സിറിയക്കും പറഞ്ഞാൽ ഞങ്ങൾ 2 പാർട്ടികളുടേതാണ് ഞങ്ങൾ പറയുന്നത്, സ്വാഭാവികമായി ഞങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾ അത് അവരുടേതായ അഭിപ്രായം എന്നുള്ള നിലയിലാണ്. CPM ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത് ഇതൊരു ആൻറ്റി പീപ്പിൾ, ആൻറ്റി ഫെഡറൽ ബഡ്ജറ്റ് എന്നുള്ള നിലയിലാണ്. ഞാൻ ഈ ഒരു ചർച്ചയിൽ ഇതൊരു ഈ ബഡ്ജറ്റിനെ വാസ്തവത്തിൽ ഹൊറിബിൾ, ടെറിബിൾ, മിസറബിൾ, ഡിസപ്പോയിൻറ്റിങ് എന്നൊക്കെയുള്ള പദങ്ങൾ ഉപയോഗിക്കാനുണ്ടായ കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ളതിൽ ഇതിൻ്റെ അലോക്കേഷനുകൾ യഥാർത്ഥത്തിൽ റിയൽ ടേംസിൽ ഇത് വല്ലാതെ കുറഞ്ഞു വരികയില്ലേ. ഒന്ന് നോക്കൂ, ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ മാത്രം എടുക്കുക. നമ്മളിപ്പോൾ ഈ ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം, ലോകത്തിൽ നമ്മൾ ഹങ്കർ ഇൻഡെക്സിൽ, വിശപ്പിൻ്റെ സൂചികയിൽ നമ്മൾ ഏത് ഭാഗത്താണ്? നമ്മൾ എത്രാമത്തെ റാങ്കിങ്ങിലാണ്? വിശപ്പ് സൂചിക ഹങ്കർ ഇൻഡെക്സിൽ. പോവർട്ടി ഇൻഡെക്സിൽ നമ്മൾ അത് എത്രാമത്തെ സ്ഥാനത്താണ് നമ്മൾ നിൽക്കുന്നത്? അതിൻ്റെ അർത്ഥം ഈ രാഷ്ട്രത്തിൽ പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും ഉണ്ട് എന്നുള്ളതാണ്. സമ്പത്തിൻ്റെ കേന്ദ്രീകരണം, ആസ്തിയുടെ, ആ ധനത്തിൻ്റെ എല്ലാം സ്വത്തിൻ്റെ കേന്ദ്രീകരണം അത് നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താണ് BJPയുടെ വക്താക്കൾ? നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിയ 5 ശക്തികളിലൊന്നായി, അതിൽ 3ാം ശക്തിയായി നമ്മൾ മാറാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ പണം അത്തരത്തിൽ ചില ആളുകളുടെ കയ്യിലേക്ക് കുന്നുകൂടുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ സോഷ്യൽ പിരമിഡിൻ്റെ ഏറ്റവും മുകളിലുള്ള 1% കയ്യിൽ ഈ രാഷ്ട്രത്തിലെ മൊത്തം അസറ്റുകളുടെ, അതിൻ്റെ മൊത്തം സമ്പത്തിൻ്റെ, മൊത്തം സ്വത്തിൻ്റെ 40%-ലധികം അവരിലേക്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത്രമാത്രം വലിയൊരു ഇന്നെക്വാലിറ്റിയെ സംബന്ധിച്ച് ഓക്സ്ഫാമിൻ്റെ റിപ്പോർട്ടടക്കം ഈ അടുത്തിടയ്ക്കാണ് പുറത്തു വന്നിട്ടുള്ളത്. താങ്കൾ ഉൾപ്പെടെയുള്ളവർ അത് ചർച്ച ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളെ സംബന്ധിച്ച് ഒന്ന് നോക്കിക്കൊള്ളുക. രാഷ്ട്രീയ കൃഷി വികാസ് യോജന, PM പോഷൻ, PM ശ്രീ, PM ജയ്, PMMSY, PMAY, റൂറലും അർബനും ഇതിൽ പറയുകയാണ്. വിള ഇൻഷുറൻസ് സ്കീമുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള സ്കീമുകൾ, അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനത്തിന് വേണ്ടിയുള്ള ആ കേന്ദ്രാവിഷ്കൃത പദ്ധതി എല്ലാത്തിലും വെട്ടാണ്. അതിലെല്ലാം വെട്ടാണ് വീഴുന്നിട്ടുള്ളത്. ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി ജി എന്നാക്കിയാൽ അതുകൊണ്ട് ഈ കാര്യത്തിലെല്ലാം കാര്യങ്ങൾ ശരിയാകുമെന്നാണോ? നമ്മളിപ്പോൾ ഈ ബഡ്ജറ്റ് തന്നെ വാസ്തവത്തിൽ എന്താണ്, ഇതിങ്ങനെ പുട്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ്. ആരോഗ്യമില്ലാത്തതായിട്ടുള്ള ഒരു ശരീരത്തിൽ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ തേക്കൽ മാത്രമൊന്നുമല്ല, ക്രീം പുരട്ടിയതോ മറ്റേതെങ്കിലും പൗഡർ ഇട്ടതോ അല്ല. ഈ പുട്ടിയിട്ട് നിർത്തിയാൽ അതുകൊണ്ട് ആരോഗ്യമുള്ളതായി മാറുമോ? ഇന്ത്യയുടെ കറൻസി അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇടിവിനെയാണ് നേരിട്ടിരിക്കുന്നത്. ഭീകരമായ ഇടിവിനെയാണ് നേരിട്ടിരിക്കുന്നത്. നമ്മൾ ഈ സാമ്പത്തിക സർവേ റിപ്പോർട്ട് തന്നെ വരുമ്പോൾ ഒരു കാര്യം, നേരത്തെ ശ്രീ വസന്ത് സിറിയെ കൂടെ സൂചിപ്പിച്ചു, ഒരു കാര്യം ഒന്ന് നോക്കൂ. ഇപ്പോൾ ഈ ട്രംപിന് ഏർപ്പെടുത്തിയതായിട്ടുള്ള US ഏർപ്പെടുത്തിയതായിട്ടുള്ള ഈ തീരുവ ചുങ്കവും അത്തരത്തിലുള്ള നമുക്ക് ആ പല വിധത്തിലുള്ള നിരോധനങ്ങളും വന്നത് മാത്രമല്ലല്ലോ. ഈ ഒരു രാഷ്ട്രം, ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം വെനിസ്വേലയുടെ പ്രസിഡന്റിനെയും ഭാര്യയും അടക്കം തട്ടിക്കൊണ്ടുപോവുക, പരമാധികാരത്തിന്മേലുള്ള കൈകടത്തൽ, അത്തരത്തിൽ പറ്റി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. നമ്മൾ യൂറോപ്യൻ യൂണിയനുമായി അത്തരത്തിൽ നമ്മളൊരു കരാറിൽ ഏർപ്പെട്ടു എന്നുള്ള നിലയിലാണ് പറയുന്നത്. എന്താ സംഭവിക്കുക? ഇവിടെ പൂച്ചയും എലിയും തമ്മിൽ കളിക്കാൻ പോയാൽ ഈ എലിയുടെ ഗതികേട് എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് എലിക്ക് മനസ്സിലായില്ലെങ്കിലും പൂച്ചയ്ക്ക് നന്നായിട്ട് അറിയാം. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിലുള്ള ഈ കാര്യത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഈ ഇന്ത്യയിലെ നമ്മുടെ തനത് വ്യവസായങ്ങൾ, നമ്മുടെ അത്തരത്തിലുള്ള ആ മേഖലകളിലെല്ലാം വലിയ ഇടിവിനെ നേരിടാനായിട്ട് പോവുകയാണ്. ഈ വലിയ ഈ നികുതി ഇളവുകളെല്ലാം ഇത്തരത്തിൽ കൊടുക്കുമ്പോൾ തന്നെ ഒരു കാര്യം, ഇവിടെ ഈ ഇപ്പോൾ ഞാൻ ചുരുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഇപ്പോൾ എത്ര വേക്കൻസികളാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? ഗവൺമെൻറ് തന്നെ പാർലമെൻറ്റിൽ നൽകിയ കണക്കനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തോളം വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുകയാണ് അല്ലേ? ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ശേഷിയിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു രാജ്യം, ആ രാജ്യം മാത്രമാണ് പട്ടാളത്തിൽ കരാർവൽക്കരണം നടപ്പാക്കിയിട്ടുള്ളത് അല്ലേ? 4 വർഷക്കാലത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ നമ്മൾ അത്തരത്തിലെടുത്ത് ലോകത്തെവിടെയാണ് പട്ടാളത്തിൽ ഇത്തരത്തിൽ ഈ കരാർവൽക്കരണം? നമ്മുടെ ബന്ധുമിത്രാദികളടക്കം ഈ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ പോയിട്ടുള്ള ഈ ആളുകൾ ജീവൻ പണയം വെച്ചടക്കം എല്ലാ വിധത്തിലുള്ള വൈതരണികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട് അവർ അത്തരത്തിൽ ഈ മാതൃഭൂമിയുടെ സംരക്ഷണത്തിന് ഒരു ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുകയാണ്. ഒരു നല്ല സൈനികനെ, ഒരു സൈനിക ഉദ്യോഗസ്ഥനെ വാർത്തെടുക്കണം എന്ന് വെച്ചാൽ വർഷങ്ങളുടേതായിട്ടുള്ള പരിശീലനം അനിവാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം തന്നെ കാണിക്കുന്നതായിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇന്ത്യ കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക്, ഇന്ത്യ അതിവേഗം ഇത്തരത്തിൽ ശതകോടീശ്വരന്മാരുടെ കൈകളിലേക്ക് ഈ സാമ്പത്തികമായിട്ടുള്ള കേന്ദ്രീകരണം. ഇപ്പോൾ ഒരു ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജോർജ് കുര്യൻ പറയുന്നത് ആവശ്യമുള്ളത്ര ഭൂമി ഏറ്റെടുത്ത് നൽകിയില്ല എന്നൊക്കെയാണ്. ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാത്ത, കൈമാറ്റം നടക്കാത്ത സാങ്കേതിക പ്രശ്നം കൊണ്ടാണോ എയിംസ് വരാത്തത്? അല്ല, അദ്ദേഹം ഇങ്ങനെയെല്ലാം ഇത് പറയുമ്പോൾ അദ്ദേഹം ഒരു യൂണിയൻ സഹമന്ത്രിയാണ്. ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാനൊന്നുമില്ല ഇക്കാര്യത്തിൽ.
BJPയുടെ തന്നെ വക്താക്കൾ പറയുകയാണ് കേരളത്തിലെ സർക്കാർ 3 സ്ഥലം ഇക്കാര്യത്തിന് വേണ്ടിയിട്ട് പറയുന്നു, ഇതിലേതാണ് എന്ന് പറയണമെന്ന്. ഞാൻ താങ്കളുടെ ചോദ്യത്തിന് ഇനി ഒന്നുകൂടി പറഞ്ഞോട്ടെ. ആ ചോദ്യത്തിന് അജിംസ് ഓർക്കുന്നുണ്ടാവും തോന്നുന്നു. അതായത് മുമ്പ് LDFിൻ്റെയും UDFിൻ്റെയും MP മാർ ഉണ്ടായിരുന്ന സമയത്ത്, ഞാൻ 15ാം ലോക്സഭയിൽ അംഗമായിരിക്കുന്ന നാളുകളിലാണ് ഈ പറയുന്നത്, അന്ന് ഇത് പ്രഖ്യാപിക്കപ്പെട്ട അത് കഴിഞ്ഞതിന് ശേഷമാണ് BJPയുടെ ഗവൺമെൻറ്റാണുള്ളത്. അപ്പോൾ ഇത് കേരളത്തിന് അനുവദിക്കുന്നതിനെ പറ്റി ഇത് സംസാരിച്ചപ്പോൾ ഞങ്ങളോട് ഇതിൻ്റെ വകുപ്പ് മന്ത്രി പറഞ്ഞു, നിങ്ങൾ MP മാർ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു സ്ഥലം നിങ്ങൾ പ്രപ്പോസ് ചെയ്യുക പറഞ്ഞതാണ്. LDFിൻ്റെയും UDFിൻ്റെയും MP മാരോട് ഞങ്ങളാണോ ഈ കാര്യത്തെപ്പറ്റി കൂടിയാലോചിച്ചിട്ട് ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്യേണ്ടത്? സ്വാഭാവികമായി എന്താണെന്ന് വെച്ചാൽ ലോക്സഭാ അംഗങ്ങളാണെങ്കിൽ എല്ലാവരും പറയും എൻ്റെ മണ്ഡലത്തിൽ വേണമെന്ന് പറയും. ഇറ്റ്സ് വോയിസ് ഓഫ് ദ പീപ്പിൾ. ഇവിടെ കേരളത്തിലെ സർക്കാർ കിനാലൂരിൽ അത്തരത്തിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു. ഈ കാര്യത്തിന് ഈ സ്ഥലത്തെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ് ഇവിടെ ഈ ഇന്ത്യ ഗവൺമെൻറ് ചെയ്യുന്നത്? കേരളത്തോട് ഇത് അവഗണനയല്ല, അവഹേളനമാണ്, നിന്ദയാണ് ഈ കാട്ടിയിട്ടുള്ളത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ളതാണ് ഈ സിഗ്നൽ തരുന്നതെങ്കിൽ അവർ ഇന്ത്യയുടെ ചരിത്രം പാഠം ഒന്ന് പഠിക്കേണ്ടത്. 1977 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസിൻ്റെ അധികാരക്കുത്തക അവസാനിച്ച് ഏകകക്ഷി ഭരണം തന്നെ അവസാനിച്ച് ഇന്ത്യയിൽ രാഷ്ട്രീയ മാറ്റം അത്തരത്തിലുണ്ടായി. മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്ന് പ്രൊഫസർ മധു ദണ്ഡവതെ ഈ റെയിൽവേ വകുപ്പിൻ്റെ യൂണിയൻ മന്ത്രിയായിരിക്കുന്ന വേളയിൽ കേരളത്തിലെ 20 ലോക്സഭാ MP മാരും ആ ഗവൺമെൻറ്റിനെതിരാണ്, രാഷ്ട്രീയമായി എതിരാണ്, വോട്ട് ചെയ്യുമ്പോൾ എതിരാണ്. അന്ന് പ്രൊഫസർ മധു ദണ്ഡവതെ അത്തരത്തിൽ ഈ റെയിൽവേയുടെ മന്ത്രിയായിരിക്കുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് റെയിൽവേ ഡിവിഷൻ സ്ഥാപിതമായത്. അതുകൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് തെക്കോട്ടേക്ക് തീവണ്ടിപ്പാളം ഇടാനും അങ്ങനെ കന്യാകുമാരി വരെയുള്ള തീവണ്ടി പാതയെല്ലാം വരാനും ഇടയായത്. ഈ 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 16ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന സമയം 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കുകയാണ്. ഇന്ത്യയുടെ റെയിൽവേ മന്ത്രി ഡൽഹിയിൽ നിന്ന് അദ്ദേഹം ഈ വീഡിയോ കോൺഫറൻസിങ്ങിൽ കൂടി ഇന്നത്തെ പുനർനാമകരണം ചെയ്യപ്പെട്ട നിയമം ഉണ്ടല്ലോ, ഈ തിരുവനന്തപുരം സൗത്ത് എന്ന പുനർനാമകരണം ചെയ്ത ആ നിയമം റെയിൽവേ സ്റ്റേഷനിൽ അദ്ദേഹം ഒരുപാട് പദ്ധതികളാണ് അത്തരത്തിൽ പ്രഖ്യാപിച്ചത്. അദ്ദേഹം പ്രഖ്യാപിച്ച പദ്ധതികൾ പോലും ഇതുവരെ ഒരറ്റത്തൊന്നും തുടങ്ങിയിട്ടില്ല. സ്ഥലമൊന്നും ഏറ്റുകൊടുക്കാത്തത് കൊണ്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്യാത്തത്. ഇന്ത്യൻ റെയിൽവേയിൽ തന്നെ 2 ലക്ഷം വേക്കൻസികൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ എവിടെയാണ് സാമൂഹ്യ നീതി പോലും ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ നമ്മൾ ഈ സ്ഥിരം ജീവനക്കാരെല്ലാം അപ്രത്യക്ഷനാവുകയും കരാർ ജീവനക്കാരായി ഗിഗ് വർക്കേഴ്സായി മാറുകയും ചെയ്യും. ലേബർ കോഡുകൾ ആർക്ക് വേണ്ടിയാണ് നടപ്പാക്കുന്നത്? ബാങ്കുകളുടെ മെർജർ നടത്തുകയാണ്. ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കിട്ടാക്കടങ്ങളെല്ലാം എഴുതി തള്ളുകയാണ്. ആരുടെ ചുമലിലാണ് ഈ ഭാരം വയ്ക്കുന്നത്? ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടണ്ടേ? നമ്മൾ ഈ എക്കണോമിക് സർവേ റിപ്പോർട്ടും ഒപ്പം ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ചുള്ള കാര്യവും ഇത് വിലയിരുത്തുമ്പോൾ കഴിഞ്ഞ കുറേ കാലത്തെ ഇവരുടെ പ്രഖ്യാപനങ്ങളും നടന്നതുമായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടതായിട്ട് വരും. BJPയിലെ സുഹൃത്തുക്കൾ തന്നെ ഇക്കാര്യത്തിൽ ഒട്ടും സന്തുഷ്ടരല്ല. അവരുടെ പ്രതിഷേധം നിർഭാഗ്യവശാൽ ഉള്ളിലൊതുക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമ്മുടെ ഫെഡറലിസത്തെ ബാധിക്കുന്ന തരത്തിൽ സംസ്ഥാനങ്ങളുടെ ബജറ്റുകൾ ദുർബലമാവും നമ്മൾ കണ്ടതാണ്. സംസ്ഥാന ബജറ്റിൽ ഇപ്പോൾ വില കൂടുകയോ ഒന്നും ചെയ്യുന്നില്ല GST വന്നതിന് ശേഷം. ഇപ്പോൾ സംസ്ഥാന ബജറ്റുകൾ അപ്രസക്തമാണ്, ആരും അത് അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. അതേസമയം കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത്, യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോക്കുക, കഴിഞ്ഞ 10-12 വർഷത്തെ ബജറ്റുകൾ എടുത്തു നോക്കുക. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഒരേ പദ്ധതികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ നൂതനമായ ഒന്നുമില്ല. ഇനി ബഡ്ജറ്റിലില്ല, അതല്ലാതെ തന്നെ ചെയ്യും, അതല്ലാതെ വേറെ നടക്കും. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്ലാനാണ്, കണക്കും കാര്യവുമാണ്. അപ്പോൾ ബഡ്ജറ്റിലില്ലെങ്കിലും ബഡ്ജറ്റിന് പുറത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഇനി ബഡ്ജറ്റ് തന്നെ എന്തിനാണ്? അതൊക്കെ നമുക്ക് വല്ല കോർപ്പറേറ്റുകളെ ഏൽപ്പിച്ചുകൂടെ എന്ന് ഞാൻ ചിന്തിച്ചു പോകാം. ശരിയല്ലേ? നോക്കൂ അജിംസ്, ഇതൊരു വളരെ ഗംഭീര ബഡ്ജറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത്ര മോശം ബഡ്ജറ്റാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ മാത്രം മോശമായ ഒരു ബഡ്ജറ്റും അല്ല. ഇതിൽ പലതരത്തിലുള്ള അനൗൺസ്മെന്റ്സ് നടന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച കാപെക്സിന്റെ കാര്യം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, ഫോറിൻ കമ്പനീസ് ഡാറ്റാ സെന്റേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ടാക്സ് ഹോളിഡേ, അങ്ങനെയുള്ള ഒരുപാട്, അതായത് നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ഊട്ടിയുറപ്പിക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ്, അതിനെക്കുറിച്ചൊരു വലിയ രീതിയിലുള്ള ഹൈ പവേർഡ് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്ലാസ് റൂം ടു വർക്ക് പ്ലേസ്, അതിനിടയിലുള്ള ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതിനെ കൂടുതൽ നമ്മുടെ എന്താ പറയുക യൂത്തിനെ കൂടുതൽ എംപവേർഡ് ആക്കാനും ജോലി സാധ്യതകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി തന്നെ തയ്യാറാക്കാനുള്ള ഒരു എന്താ പറയാ പ്ലാൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, ഇതിന്റെയൊക്കെ ലാബ്സ് കൂടുതൽ തുടങ്ങാൻ പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കവർ ചെയ്യാൻ നോക്കാം. നേരത്തെ പറഞ്ഞൊരു കാര്യം, നമ്മുടെ ഈ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് നമ്മൾ വളരെ താഴെയാന്നുള്ളത്.
നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഹങ്കർ ഇൻഡെക്സിന്റെ ഈ ഡാറ്റ കളക്ഷനെ തന്നെ പലരും ചോദ്യം ചെയ്തൊരു കാര്യമാണ്. അതിൽ 145 കോടി ജനങ്ങൾ രാജ്യത്ത് വന്നിട്ട് 3000 ആളുകളുടെ സാമ്പിൾ സർവേ എടുത്ത് പോയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഹങ്കർ ഇൻഡെക്സ് അവർ തയ്യാറാക്കുന്നത്. അതിനെ നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് പോലും അതിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ലോകബാങ്കിന്റെ 2025 റിപ്പോർട്ട് വെച്ച് പ്രകാരം ഇന്ത്യയിൽ എന്താ പറയാ 17 കോടി ജനങ്ങളെയാണ് എക്സ്ട്രീം പോവർട്ടി എന്ന് കഴിഞ്ഞ 10 വർഷത്തിൽ പുറത്തേക്ക് എടുത്തത്. എക്സ്ട്രീം പോവർട്ടി എന്താ പറയാ ഒരു 16% ക്രാഷ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ അത്രയും വലിയൊരു രീതിയിൽ ആളുകളെ എക്സ്ട്രീം പോവർട്ടിയിൽ പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ മെട്രിക്സും നമ്മൾ എടുത്തിട്ട് പരിശോധിക്കണം. ഏതെങ്കിലും നമുക്ക് സൗകര്യം തോന്നുന്ന ഏതെങ്കിലും ഡാറ്റ മാത്രം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പക്ഷേ ശരിയാവില്ല. ഇവിടെ ശരിയാണ്, എയിംസിന്റെ കാര്യം വലിയൊരു ഡിലേ തന്നെയാണ്. അത് തീർച്ചയായിട്ടും കേരളത്തെ സംബന്ധിച്ച്, കേരളത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് വളരെയധികം കേരളത്തിലൊരു എയിംസ് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് പല ടെക്നിക്കൽ റീസൺസ്, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൈറ്റ് ലൊക്കേഷൻ, അതൊക്കെ വഴി ഡിലേ ആയി കിടക്കുകയാണ്. പക്ഷെ അതേസമയം ഒരു റീജിയണൽ മെഡിക്കൽ ഹബ്സിന്റെ ഒരു പ്രൊപ്പോസൽ കൂടെ ബജറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ റീജിയണൽ മെഡിക്കൽ ഹബ്സ് അത് 5 സ്ഥലങ്ങളിലായിട്ടാണ്. മിഥുൻ പറയുന്ന ടെക്നിക്കൽ റീസൺ ഉണ്ടല്ലോ മിഥുൻ, അത് വരും, എയിംസ് വരും എന്ന് വെല്ലുവിളിക്കുന്നത് കേന്ദ്രമന്ത്രിയാണ്. ഈ അല്പം മുമ്പ്, ഏതാനും ദിവസം മുമ്പ്, ഇന്ന് മറ്റൊരു കേന്ദ്രമന്ത്രി പറയുന്നത് സ്ഥലം വേണ്ടത്ര എടുത്തു കൊടുക്കാതുകൊണ്ടാണെന്ന്. ഇതിൽ ഏതാണ് സത്യം? ഭൂമി ഓൾറെഡി ഉണ്ട് എന്ന് BJP നേതാക്കൾ തന്നെയും കേന്ദ്രമന്ത്രിമാർ തന്നെ സമ്മതിക്കുകയാണ്. സംസ്ഥാന സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ കിനാരൂരിൽ ഭൂമിയുണ്ട്, കണ്ടെത്തി കഴിഞ്ഞു എന്ന് പറയുന്നു. ഇന്ന് വേറൊരു കേന്ദ്രമന്ത്രി പറയുന്നത് അത് അവർ കൃത്യമായിട്ട് തരാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് ഒഴികഴിവ് പറയുകയാണ്. അതിലൊരു സത്യസന്ധതയില്ലായ്മയില്ല മിഥുൻ. അജിംസെ, നമ്മളെ സംബന്ധിച്ച് ഇപ്പം കേന്ദ്രമന്ത്രി എന്ത് പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി അങ്ങോട്ടോ ഇങ്ങോട്ടോ പറയുന്നു എന്നതല്ലല്ലോ. ഇവിടെ ഒരു ഹൈ ക്വാളിറ്റി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ വേണം എന്നതാണ് ഇവിടുത്തെ ഒരു വലിയ ആവശ്യം. അത് തീർച്ചയായിട്ടും വേണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിൽ ഈ പറഞ്ഞ പോലെ റീജിയണൽ മെഡിക്കൽ ഹബ് എന്നൊരു പ്രൊപ്പോസൽ ഇപ്പൊ വന്നിട്ടുണ്ട്. അത് എവിടെയാണെന്ന് തീരുമാനിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ചെന്നൈക്ക് ആയിരിക്കും ഒരു ഹൈ പ്രയോറിറ്റി. പക്ഷേ സൗത്തിൽ അങ്ങനത്തെ ഒരു വലിയ റീജിയണൽ മെഡിക്കൽ ഹബ് വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഈ പറഞ്ഞ പോലെ ഒരു PPP മോഡലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഈ റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൽ ആയുർവേദ, യോഗ, ഈ യുനാനി, സിദ്ധ, എല്ലാ ഹോമിയോപ്പതി എല്ലാം ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ് അവർ കൊണ്ടുവരാൻ വേണ്ടി നോക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രപ്പോസലിലുണ്ട്. അപ്പൊ അത് നടപ്പിലാവുകയാണെങ്കിൽ അതിന്റെ ഗുണം കേരളത്തിനും കൂടി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ജിയോ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. ജിയോ പൊളിറ്റിക്കലി നമ്മളൊന്നും ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ആ നിർമ്മല സീതാരാമന്റെ സ്പീച്ച് തുടങ്ങിയത് തന്നെ ഈ എന്താ പറയുക, നമ്മുടെ ഒരു സസ്റ്റൈനബിൾ രാജ്യം എന്ന രീതിയിലേക്ക് നമ്മൾ മാറണം, മാനുഫാക്ചറിംഗിലേക്ക് കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തണം എന്ന് പറഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യത്തെ കണക്കിലെടുത്തുകൊണ്ട് എന്നൊരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ടാണ് അവർ ആ സ്പീച്ച് തുടങ്ങിയത് തന്നെ. അതിൽ പ്രത്യേകം നമ്മളിപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജനുവരി 27 നടന്ന FTA അഗ്രിമെന്റ് ആണ്, ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ FTA. അതിൽ നമുക്ക് വലിയ രീതിയിലുള്ള എന്താ പറയുക ബെനിഫിറ്റ്സ് ഒക്കെ നമ്മൾ കണ്ടത്. 99% ഇന്ത്യൻ എക്സ്പോർട്സിലും ടാരിഫ് ഇല്ല എന്ന് പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു നേട്ടമല്ലേ. നമ്മൾ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ മെറീൻ പ്രോഡക്ട്സ്, ടെക്സ്റ്റൈൽസ്, ഇതൊക്കെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുകയാണെങ്കിൽ ആ കരാർ ഒപ്പിട്ടു എന്നുള്ളത് ശരി. പക്ഷേ നമ്മുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡിലേക്ക് നമ്മുടെ ഉൽപ്പാദന രംഗം വളർത്താനുള്ള എന്തെങ്കിലും ഒരു പദ്ധതിയുടെ തറക്കല്ലിടാനെങ്കിലും ബജറ്റിൽ കഴിയണ്ടേ? യൂറോപ്യൻ സ്റ്റാൻഡേർഡ് ഉണ്ടെങ്കിൽ മാത്രമല്ല അങ്ങോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. ജിംസൺ, നമ്മുടെ പ്രോഡക്ട്സ് ഒന്നും യൂറോപ്യൻ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അമേരിക്കയുടെ വലിയ നമ്മുടെ ഉൽപ്പാദനം പൂർണ്ണമായും അത്തരം ഒരു സ്റ്റാൻഡേർഡിലുള്ളതല്ല. അല്ല, അത് എവിടുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത്? കാരണം ഇന്ത്യ ഇത് ആദ്യമായിട്ടല്ലോ എക്സ്പോർട്ട് ചെയ്യുന്നത്. എക്സ്പോർട്ടിന്റെ ഞാൻ പറഞ്ഞതല്ല, യൂറോപ്യൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അത് അമേരിക്കൻ സ്റ്റാൻഡേർഡിനേക്കാൾ ഉയരെയാണ്. അമേരിക്ക നോക്കുന്നതിനേക്കാൾ കൂടുതൽ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അവർ പരിശോധിക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, തൊഴിലാളി ക്ഷേമം, ഇതെല്ലാം അവർ പരിശോധിക്കുന്നുണ്ട്. അത്തരം ഒരു നിലയിലേക്ക് ഇന്ത്യയുടെ ഉൽപ്പാദന രംഗം ഉയർന്നു എന്ന് മിഥുൻ പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം. അവർ 99% ടാരിഫ് റിമൂവ് ചെയ്യുകയാണല്ലോ. അപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആണല്ലോ. ഇവിടെ ആർക്കാണ് പ്രശ്നം? യൂറോപ്യൻ യൂണിയന്റെ പ്രശ്നം ഇല്ലെങ്കിൽ പിന്നെ ആർക്കാണ്? യൂറോപ്യൻ യൂണിയൻ ഇവിടെ വന്ന് ചെക്ക് ചെയ്തിട്ടാണോ ഈ കരാർ സൈൻ ചെയ്തതാണോ പറയുന്നത്? അവർ ഇനി ചെക്ക് ചെയ്യാനിരിക്കുകയാണ്, ഇനി അവർ പരിശോധിക്കാനിരിക്കുകയാണ്. ആ പരിശോധന ക്ലിയർ ചെയ്യുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പരിശോധന ഉണ്ടെങ്കിൽ എനിക്ക് അതിന്റെ ഒരു ടെക്നിക്കൽ പ്രോസസ് എങ്ങനെയാണെന്ന് അറിയില്ല. കാരണം ഇന്ത്യയുടെ എക്സ്പോർട്ട് ക്വാളിറ്റി അത്രയും മോശമാണെന്ന് മനസ്സിലാക്കുന്ന ആളല്ല. കാരണം നമ്മൾ ഒരുപാട് ഈ പറഞ്ഞ പോലെ പ്രൊഡക്ട്സ്, മെറീൻ പ്രൊഡക്ട്സ് ആണെങ്കിലും ടെക്സ്റ്റൈൽസ് ആണെങ്കിലും ഫാർമസ്യൂട്ടിക്കൽസ് ആണെങ്കിലും ഒക്കെ വലിയ രീതിയിൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. അപ്പൊ അതിന്റെ ക്വാളിറ്റിയെ സംബന്ധിച്ച് ഒരു വലിയ ചോദ്യം യൂറോപ്യൻ യൂണിയന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഉള്ളൊരു വിശ്വാസം എനിക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? യുവാക്കൾക്ക് വേണ്ടിയിട്ട് പല പദ്ധതികൾ, ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്താ പറയുക, എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് മോഡലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു എഫേർട്ട് അവിടെ നിന്നുണ്ട്. പിന്നെ ഈ PM ഇന്റേൺഷിപ്പ് സ്കീം, അത് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ അലൊക്കേഷൻ എന്ന് പറഞ്ഞ ഒരു 4700 കോടിയാണ്. അതൊന്നും അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിലും അത് ഓൾറെഡി എന്താ പറയുക, ഈ പറഞ്ഞ പോലെ കുട്ടികൾക്ക് 12 മാസത്തെ ഇന്റേൺഷിപ്പ് ടോപ്പ് കമ്പനീസിൽ, കോർപ്പറേറ്റ് ഓർഗനൈസേഷൻസിൽ കൊടുക്കുന്നുണ്ട്.
അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലതും പല ഫേസസിലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. ഈ ബജറ്റ് അത്ര ഗംഭീര ബജറ്റ് അല്ലെങ്കിൽ പോലും അതിൽ ഈ പറഞ്ഞ പോലെ ഒരു വിധത്തിൽപ്പെട്ട എല്ലാ ഏരിയാസിനെയും കവർ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് പോയതെന്നാണ് ശരി ശ്രീ വസന്ത് സിറിയക്ക്. ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ യൂറോപ്പുമായി ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതേസമയം നമ്മൾ അമേരിക്കയുമായി താരിഫ് യുദ്ധത്തിലാണ്. ഈ ബജറ്റ് പ്രസംഗത്തിൽ തന്നെ നിർമ്മലാ സീതാരാമൻ പറയുന്നത് നമ്മൾ ഒരു ഉൽപ്പാദക രാഷ്ട്രമായി മാറണം എന്നുള്ളതാണ് ആ ബജറ്റിൻ്റെ ഒരു ഫിലോസഫി. ഓക്കെ, പക്ഷേ നമ്മൾ MSMEകളുടെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന ഇന്ത്യയുടെ മാത്രം ശക്തി സ്രോതസ്സുകളായ ടെക്സ്റ്റൈൽസ്, അതുപോലെ കെമിക്കൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലായാലും ഈ ഉൽപ്പാദന വർധനവ് എന്ന് നമുക്ക് ഈ കൊല്ലം കാണാൻ കഴിയുന്ന എന്തെങ്കിലും ഈ ബജറ്റിലുണ്ടോ? അതിന് പ്രത്യേകമായൊരു വിഷണറി ബജറ്റ് എന്ന് പറയാൻ കഴിയുമോ അതിന്? ഒന്നുമേ ഇല്ല എന്ന് മാത്രമല്ല, ടെക്സ്റ്റൈൽ മേഖല ആകെപ്പാടെ ഈ ബഡ്ജറ്റിനോട് ഇനി ആഭിമുഖ്യം അല്ലെങ്കിൽ സന്തോഷം പ്രകടിപ്പിക്കാൻ പോകുന്ന കിറ്റക്സ് സാബു മാത്രമായിരിക്കും. മറ്റാർക്കും യാതൊരു തരത്തിലുമുള്ള സപ്പോർട്ട് കിട്ടാത്തൊരു ബഡ്ജറ്റാണ് ഇത് എന്ന് പറയാതെ വയ്യ. ഇപ്പൊ മിഥുൻ പോലും സാധാരണ ബഡ്ജറ്റ് ചർച്ചകളിലൊക്കെ BJPയുടെ ബഡ്ജറ്റിനെ വലിയ സന്തോഷത്തോടു കൂടി പ്രതിരോധിക്കുന്ന ആളാണ് മിഥുൻ, എന്റെ സുഹൃത്ത്. പക്ഷേ അദ്ദേഹം പോലും ഇതൊരു ആവറേജ് ബഡ്ജറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലൊരു തിരുത്തുണ്ട്. ഈ PM ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അത് ഈ വർഷം പ്രഖ്യാപിക്കുന്നതല്ല ശ്രീ മിഥുൻ, അത് കഴിഞ്ഞ വർഷം ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതാണ്. അത് ആയതുമായി ബന്ധപ്പെട്ട് വിവിധ റിപ്പോർട്ടുകൾ വെളിയിൽ വന്നിട്ടുണ്ട്. 21% മാത്രമാണ് കഴിഞ്ഞ ബഡ്ജറ്റ് ടു ഈ ബഡ്ജറ്റ് PM ഇന്റേൺഷിപ്പ് പദ്ധതി എന്തുണ്ടായിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചത്, പരിശീലന കാലാവധി 12 മാസം എന്നതും ആവശ്യമായ താമസ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നില്ല എന്നതും അടക്കമുള്ള വിഷയങ്ങൾ അതായത് പ്രഖ്യാപിച്ച ഒരു സെക്കൻഡ് മിഥുൻ എന്തോ പറയുന്നത്. ചെറിയ കാര്യം, ഞാനത് ഇന്നത്തെ ബജറ്റിൽ അനൗൺസ് ചെയ്തു എന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ യുവാക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു ഈ ഗവൺമെന്റ് എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ചെയ്ത കാര്യം പോലും അതിന്റെ ഫുൾ എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചതിന് 2024 സോറി കഴിഞ്ഞ വർഷമല്ലേ, എന്റെയും തെറ്റുണ്ട്. അതിൽ 21% മാത്രമാണ് ഇപ്പോഴും എക്യുപ്പ് ചെയ്യാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ പദ്ധതി? കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ പ്രഖ്യാപിച്ചതാണ് 10,000 കോടി സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഫണ്ട് ഓഫ് ഫണ്ട് എന്നായിരുന്നു ആ പദ്ധതിയുടെ പേര്. ഇതുവരെ അത് പേപ്പറിൽ ഇരിക്കുന്നതല്ലാതെ യാഥാർത്ഥ്യത്തിലേക്ക് വന്നിട്ടില്ല. അങ്ങനെ തുടങ്ങി യുവാക്കളുമായി ബന്ധപ്പെട്ട പദ്ധതികളെല്ലാം പേപ്പറിൽ ഇരിക്കുന്നതായിട്ട് ആണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി കേരളത്തിലെ BJP നേതാക്കളുടെ അവസ്ഥ എന്താണ് ശ്രീ അജിംസ്? ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലാണോ എന്ന് ചോദിച്ചാൽ വീട്ടിലാണ്, പക്ഷെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവർ അറിയുന്നില്ല. ഇപ്പം ഈ സ്ഫടികം സിനിമ കണ്ടിട്ടില്ല, അതിൽ മോഹൻലാലും തിലകനും ഒരേ വീട്ടിലാണ്. പക്ഷേ മോഹൻലാലിന്റെ ക്യാരക്ടർ ആട് തോമയ്ക്ക് വീട്ടിൽ നടക്കുന്ന ഒന്നുമായി ഒരു ബന്ധവുമില്ല, ഒന്നും അറിയില്ല. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. മുൻവാതിലിൽ കൂടി കയറി ചെല്ലാൻ അനുവാദമില്ല. ആ വീട്ടിലെ അനിയത്തിയുടെ കല്യാണം പോലും ആടുതോമയെ അറിയിക്കാറില്ല. പക്ഷെ ആടുതോമ ആരുടെ മകനാണ്? തിലകന്റെ മകനാണ്, ആ വീട്ടിലെ മകൻ തന്നെയാണ്. അതുപോലെയാണ് ഈ സുരേഷ് ഗോപിയുടെയും ജോർജ് കുര്യന്റെയും ഈ ശ്രീധരന്റെ ഒക്കെ കാര്യം. ഈ ശ്രീധരൻ അവിടെ അതിവേഗ റെയിൽവേക്ക് വേണ്ടി ഓഫീസ് വരെ തുറന്നു. അദ്ദേഹം മുമ്പ് CMന്റെ ഓഫീസൊക്കെ തുറന്നാണ്, അതുപോലെ ഒരു ഓഫീസ് വരെ തുറന്നു. പക്ഷെ ആയതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടില്ല. സുരേഷ് ഗോപി ഒരു സൈഡിലൂടെ പറയും, അതും അതിവേഗ റെയിൽ പാത കടന്നു പോകാത്ത പൊന്നാനിയിലാണ് ഓഫീസ് തുറക്കുന്നത്. അതെ, അല്ല അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ വലിയ മിടുക്കനാണ്. ഞാൻ അദ്ദേഹത്തെ അവഹേളിക്കാനൊന്നുമില്ല. അദ്ദേഹത്തിന്റെ രാജ്യത്തിന് വേണ്ടി നൽകിയ സംഭാവനകളെയൊക്കെ ഞാൻ അംഗീകരിക്കുകയാണ്. പക്ഷേ BJPയിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഈ പറയുന്ന രാജ്യത്തിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്തവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുകയാണ്. അതെന്താണ് അവിടെ ചെന്ന് കയറുന്നതോടുകൂടി ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോ കിറ്റക് സാബു ഒക്കെ എത്രയോ കാലം നമുക്ക് വേണ്ടി നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഇവർ പറയുന്ന ക്യാപ്സൂളുകൾ അവർക്ക് പോലും ദഹിക്കാത്ത രീതിയിലാണ് ഇവർ പെരുമാറുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ആടുതോമയുടെ അവസ്ഥയാണ് ഇവർക്കെല്ലാം. ഇപ്പൊ സുരേഷ് ഗോപി ഒരു സൈഡിൽ കൂടെ പറയും എയിംസ് വരും, ജോർജ് കുര്യൻ എന്റെ നാട്ടുകാരനാണല്ലോ, അദ്ദേഹം ഒരു സൈഡിൽ കൂടെ പറയും സ്ഥലം ഏറ്റെടുത്ത് കിട്ടാത്തതുകൊണ്ടാണ് എന്ന് പറയും. മറ്റേ ആൾ പറയും സ്ഥലം കിട്ടേണ്ടത്. ഞാൻ ചോദിക്കട്ടെ, സ്ഥലം ഏറ്റെടുത്ത് കിട്ടാത്തതാണ് പ്രശ്നമെങ്കിൽ കേരളത്തിൽ ഇപ്പൊ ഡോക്ടർ സമ്പത്ത് സൂചിപ്പിച്ചു, ഞാൻ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായി ന്യായീകരിക്കുന്നില്ല, പക്ഷെ എങ്കിൽ പോലും അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ആരാണ്? അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഈ സംസ്ഥാനത്ത് നിന്നുള്ള കേന്ദ്രമന്ത്രിമാർക്ക് വരെയല്ലേ? അത് കൊണ്ടുവന്നാൽ ഇപ്പൊ എയിംസ് കൊണ്ടുവന്നാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണഭോക്താക്കളായി മാറാൻ പോകുന്നത് സുരേഷ് ഗോപി ജോർജ് കുര്യനുമാണ് എന്നതിൽ നമുക്ക് സംശയമൊന്നുമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായും അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത്, ഈ സ്ഥലം ഏറ്റെടുത്ത് കിട്ടുന്നില്ലെങ്കിൽ ആ പ്രോസസ്സ് കോർഡിനേറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്ത് അത് കേന്ദ്രത്തിന്റെ ധനകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ടും അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് കേന്ദ്രമന്ത്രിമാരാണ്. അവർക്ക് എങ്ങനെയാണ് ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി
നൽകാൻ പറ്റുക. ഏറ്റവും കുറഞ്ഞ പക്ഷം BJP നേതൃത്വം ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ 2 കേന്ദ്രമന്ത്രിമാരെയും നിങ്ങളുടെ അഭിനവ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായ ശ്രീധരനെയും ഒരേ ക്യാപ്സ്യൂൾ കൊടുത്തുവിടാൻ വേണ്ടി ശ്രദ്ധിക്കണം. അത് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടാണെങ്കിലും അല്ലെങ്കിൽ ഇത്തരം വൻകിട പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും അവർ പറയുന്നതെങ്കിലും ഒരു സെയിം ആൻഡ് സിംഗിൾ സ്റ്റാൻഡ് അതെടുക്കാൻ വേണ്ടി ഉള്ള നടപടികൾ സ്വീകരിക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. അവസാനമായി ശ്രീ പ്രിൻസ്, ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ ഈ നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ നിരന്തര പരാതിയിലാണ്. അത് ധനകാര്യ കമ്മീഷന്റെ പർവ്യൂവിൽ വരുന്ന ഒരു കാര്യമാണ്. എങ്കിൽ പോലും ഈ ബഡ്ജറ്റിന്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ഒരു സംഘർഷം കേന്ദ്രവും സംസ്ഥാനങ്ങളും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുള്ള സംഘർഷം കൂടുതൽ വർദ്ധിക്കുമെന്ന് കരുതുന്നുണ്ടോ? ഇല്ല, നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് സ്റ്റേറ്റുകളുടെ പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് GSTയുടെ അവർക്ക് കിട്ടുന്ന ഒരു പങ്കാണ്. ഇപ്പോൾ കേരളത്തിനാണെങ്കിലും GSTയിൽ ഒരു പങ്ക് കിട്ടുന്നുണ്ട്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിന് അതിൻ്റെ ഒരു ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. ഇനി ഇതിനപ്പുറത്തേക്ക് മറ്റ് നികുതികളിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു അലോക്കേഷൻ ധനകാര്യ കമ്മീഷനെ വെച്ചിട്ട് അവരുടെ ഒരു ശുപാർശ പ്രകാരമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. തെക്കൻ സംസ്ഥാനങ്ങൾ എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവർക്ക് കേന്ദ്ര ഭരണത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. കാരണം നമുക്കറിയാം BJPക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഒന്നും കാര്യമായിട്ട് MP-മാരെ ജയിപ്പിച്ചെടുക്കാനായിട്ടോ അല്ലാതെ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. പിന്നെ കുറച്ച് ആന്ധ്രയിലും കർണാടകത്തിലും ഒക്കെ കുറച്ച് MP-മാരൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഓവറോൾ ഒരു അറേഞ്ച്മെൻറ്റിൽ അവർക്കൊരു വലിയൊരു ബാർഗെയിനിങ് പവർ ഉള്ളതായിട്ടോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളതായിട്ടോ തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പരാതി തെക്കൻ സംസ്ഥാനങ്ങൾക്ക് വലിയ അലോക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഇതൊക്കെ ഒരു ഫോളോ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിൽ കൂടെയാണ് ഇപ്പം നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ സിസ്റ്റത്തിനകത്ത് വലിയൊരു ഡീവിയേഷനൊന്നും കേന്ദ്രം നടത്തിയിട്ടുള്ളതിന് തെളിവുകളൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഇങ്ങനെ പറയും അവഗണനയുണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വലിയൊരു അവഗണന ഉണ്ടെന്നുള്ളതിനെ സംബന്ധിച്ച് ടാക്സിൻ്റെ ആംഗിളിൽ അങ്ങനെ ഒരു ടാക്സ് അലോക്കേറ്റ് ചെയ്യുന്ന ആംഗിളിൽ അങ്ങനെ ഒരു അവഗണന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തെക്കൻ സംസ്ഥാനങ്ങൾ പല സംസ്ഥാനങ്ങളും നോർത്ത് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളുമായിട്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് നിന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു 10 വർഷത്തെ സ്ഥിതി എടുത്ത് നോക്കിയാൽ UP അടക്കം ഗുജറാത്ത് അടക്കം പല സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളെക്കാളും വളരെയേറെ മുന്നോട്ട് പോയി, പല കാര്യങ്ങളിലും മുന്നോട്ട് പോയി. അവിടെ വലിയ ഡെവലപ്മെൻറ്റും കൂടുതൽ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ തരത്തിലുള്ള ഒരു ഇൻഡയറക്റ്റായിട്ടാണെങ്കിലും ഒരു അവഗണന തെക്കൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ തെക്കൻ സംസ്ഥാനങ്ങളുടെ സ്ട്രാറ്റജി വർക്കായിട്ടില്ല പൂർണ്ണമായിട്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ളൊരു പിക്ചർ. ഇനി ടാക്സിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു ചെറിയൊരു ബജറ്റൊന്നുമല്ല. 44 ലക്ഷം കോടി രൂപയുടെ റിസോഴ്സസ് ടോട്ടലായിട്ട് കളക്ട് ചെയ്യുന്ന ഒരു വലിയ ബജറ്റാണ്. അപ്പം നമ്മുടെ GDP കൂടുന്നത്, നേരത്തെ ഇവിടെ ഡെറ്റ് GDPയെ പറ്റി പറഞ്ഞു, 57% താഴെയാണ് നമ്മുടെ ഡെറ്റ് GDP നിൽക്കുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ്. പക്ഷേ അത്രയും താഴ്ന്നു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കാര്യം പല ഡെവലപ്പ് കൺട്രീസും ഇപ്പോൾ 100ന് മുകളിലേക്കൊക്കെ ഡെറ്റ് GDP പോകുമ്പം അത് സസ്റ്റൈനബിൾ അല്ല, അല്ലെങ്കിൽ അത് കടക്കണിയിലേക്ക് പോകുമെന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷേ ഇന്ത്യ പോലെയുള്ളൊരു ഡെവലപ്പിംഗ് കൺട്രിക്ക് വേണമെങ്കിൽ അത് 60 or 65% വരെ ആയാൽ പോലും കുഴപ്പമില്ല. കുറച്ചും കൂടെ കടമെടുത്താണെങ്കിലും കുറച്ചുകൂടെ പ്രോപ്പർ അലോക്കേഷൻസ് സ്റ്റേറ്റുകൾക്കൊക്കെ കൊടുത്ത് എംപ്ലോയ്മെൻറ്റും ജോബ്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു സിറ്റുവേഷനാണ്. അങ്ങനെയാണ് മുമ്പ് കണ്ടിരുന്നത്. ഈവൻ ഇതിനു മുമ്പ് അരുൺ ജെയ്റ്റ്ലിയുടെ കാലത്ത് പോലും ആ രീതിയിലാണ് കണ്ടിരുന്നത്. നിർമ്മലാ സീതാരാമൻ കോവിഡോടുകൂടിയാണ് ഈ ഡെഫിസിറ്റ് വന്ന് 6.5 ആകുന്നു, മറ്റ് കാര്യങ്ങളിലൊക്കെ വന്നു എന്നുള്ളൊരു അലാം റേസ് ചെയ്തുകൊണ്ട് അത് തൊട്ട് ടൈറ്റൻ ചെയ്തിട്ട് വന്നിട്ട് ഈ ബജറ്റിലും ആ രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോയിരിക്കുന്നത്. അതാണ് ഒരു കൺസേൺ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എക്കണോമി ഒരു ചെറിയൊരു സ്ലോ ഡൗൺ, ഗ്ലോബൽ എക്കണോമിയിൽ ഒരു ടെർബുലൻസ് ഉണ്ട്, ജിയോ പൊളിറ്റിക്കൽ റിസ്ക് ഉണ്ട്. അപ്പോൾ എക്കണോമി ഒരു സ്ലോ ഡൗൺ ഫേസ് ചെയ്യുന്നു. എക്സ്പോർട്ട്, അതായത് WTOയുടെ പരിധിയിൽ നിന്ന് എല്ലാം മാറി വരുന്നു. നമ്മൾ യൂറോപ്യൻ യൂണിയനുമായിട്ടൊരു എഗ്രിമെൻറ്റ് ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് യൂറോപ്യൻ യൂണിയനുമായിട്ട് മാത്രമല്ല ഒമാൻ, UAE, ന്യൂസിലൻഡ്, പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ UK ഒക്കെ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊക്കെ പലതും പ്രാവർത്തികമായിട്ട് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതൊക്കെ കൂടെ കണക്കിലെടുത്ത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെഫിസിറ്റ് കൂട്ടിക്കൊണ്ടാണെങ്കിൽ കൂടി രീതിയിലുള്ള ഒരു ആവറേജ് ബജറ്റാണ് ഇത്. സർക്കാരിനെ അനുകൂലിക്കുന്നവർക്ക് പോലും പറയുന്ന രീതിയിലുള്ള ഒരു സാധാരണ ബജറ്റാണ്, ആവറേജ് ബജറ്റാണ് എന്നുള്ളതാണ് നിരാശാജനകം. വളരെ നന്ദി ശ്രീ പ്രിൻസ്, ശ്രീ വസന്ത് സിറിയക്, ശ്രീ എ സമ്പത്ത്, ശ്രീ മിഥുൻ വിജയകുമാർ ഇത്രയും സംസാരിച്ചതിനിടവേള.